ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്തേക്കാണ് ഇപ്രാവശ്യത്തെ യാത്ര. പച്ചപ്പും മഞ്ഞുമലകളും സ്നോഫോളും ഒക്കെ നിറഞ്ഞ കശ്മീരും ലഡാക്കും ഒക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ഇന്ത്യയിൽ നമ്മൾ പല സ്ഥലങ്ങളും കറങ്ങിയിട്ടുണ്ടെങ്കിലും കശ്മീരും ലഡാക്കും കണ്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമാവും. അത്രയ്ക്ക് ഭംഗിയാണ് ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന ഈ കശ്മീർ. അപ്പോൾ ആദ്യം കശ്മീരിലെ ടൂറിസ്റ്റ് സ്ഥലങ്ങളൊക്കെ കറങ്ങി ഡാൽ ലേക്കിലെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ലഡാക്കിലേക്ക് പോയി. കശ്മീരിന്റെ അടുത്തുള്ള സ്ഥലമാണെങ്കിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭൂമിയാണ് ലഡാക്ക്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ലോക്കൽ ആൾക്കാരെയൊക്കെ കണ്ട് 2-3 ആഴ്ച കറങ്ങിയ കാഴ്ചകളാണ് ഈ ഒരു ഫുൾ എപ്പിസോഡിലുള്ളത്. പിന്നെ ഇത് പല എപ്പിസോഡായിട്ട് ഈ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി എല്ലാം ചേർത്ത് ഒരു ഫുൾ എപ്പിസോഡാക്കിയതാണ്. അപ്പോൾ വെൽക്കം ടു പിക്കോളിൻസ്. നമുക്ക് ഒരുമിച്ച് യാത്ര തുടങ്ങാം. കൊച്ചിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റിലാണ് നമ്മൾ വന്നത്. ശ്രീനഗർ എത്തുമ്പോൾ തന്നെ ഇളം പച്ച കളറിൽ നമ്മൾ കശ്മീരിന്റെ ഭംഗിയൊക്കെ കണ്ടു തുടങ്ങും. ശ്രീനഗർ എയർപോർട്ടും ചുറ്റുവട്ടവും ഒക്കെ ഇന്ത്യൻ മിലിറ്ററിയുടെ അണ്ടറിലായതുകൊണ്ട് തന്നെ അവിടെ വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ എയർപോർട്ടിൽ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്ന ടാക്സിയിൽ കയറി നമ്മൾ നേരെ ഗുൽമർഗിലേക്ക് പോവാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഈ ഗുൽമർഗിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ? ഈ ഭംഗിയാണ് കശ്മീരിലേക്ക് ടൂറിസ്റ്റുകളെ ഇങ്ങനെ ആകർഷിക്കുന്നത്. ഇതൊക്കെ ആപ്പിൾ തോട്ടങ്ങളാണ്. പല സ്ഥലത്തും ടൂറിസ്റ്റിന് എൻട്രി അലൗഡും ആണ്. നല്ല റെഡ് കളറിൽ ആപ്പിൾ നിൽക്കുന്നു. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആപ്പിൾ ആണെന്ന് മാത്രം. ഓഗസ്റ്റ് മുതൽ നവംബർ വരെയാണ് ആപ്പിൾ സീസൺ. നമ്മൾ ഈ വന്നേക്കുന്ന ഏപ്രിൽ എൻഡ് ആയതുകൊണ്ട് ആപ്പിൾ തോട്ടങ്ങളൊക്കെ പൂവിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ടൂറിസ്റ്റിനൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ആപ്പിൾ തൂക്കിയേക്കുന്ന. ഇതാണ് ആപ്പിളിന്റെ പൂ. ഇതിന് കായായിട്ട് ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ വിളവെടുക്കാറാവും. കശ്മീരിൽ എത്തിയപ്പോൾ മുതൽ എന്നെ അട്രാക്ട് ചെയ്ത കാര്യം ഇവിടെ എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പാണ്. കൃഷിത്തോട്ടങ്ങളും കാടും ഈ റോഡ് സൈഡ് വരെ പച്ചപ്പുല്ല് വളർന്നു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. പിന്നെ കശ്മീരിൽ മെയ് മുതലാണ് മഴക്കാലം തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ അത്ര വെയിലൊന്നും ഇല്ലാതെ മഴക്കാറൊക്കെ ആയിട്ട് നല്ല തണലായിട്ട് കിടക്കുക. അങ്ങനെ കുറച്ച് മുമ്പിലേക്ക് പോയപ്പോൾ ഇങ്ങനെ നല്ലൊരു പുൽമേട്, അവിടെ കുറച്ച് ആടുകൾ നിന്ന് പുല്ല് മേയുന്ന കണ്ടപ്പോൾ നമ്മൾ വണ്ടി നിർത്തി. ഏതൊക്കെയോ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇത്രയും ഭംഗിയുള്ള ഒരു സീനറി കാണുന്നത്. ഇതൊന്നും ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒന്നുമില്ല, നിങ്ങൾ വെറുതെ കണ്ടാൽ മതി. ലോകത്ത് ഏറ്റവും ഭംഗിയുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർ ഈ ആട്ടിടയന്മാരാണെന്ന് തോന്നുന്നത്. കശ്മീരിൽ എവിടെ നോക്കിയാലും ഭംഗിയാന്ന് പറയുന്നത് വെറുതെ അല്ല. ഈ കാണുന്ന ഒരു ആട്ടിൻകൂടാണെന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. പക്ഷെ ഇത് ആട്ടിടയന്മാരുടെ വീടാണ്. ഇവർക്ക് ചിലപ്പോൾ ടൗണിലൊക്കെ വേറെ വീട് ഉണ്ടാവുമെങ്കിലും താൽക്കാലികമായിട്ട് ആട് മേയ്ക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചെറിയ ഷെഡുകളിലാണ് താമസിക്കുക. 100-150 ആടുകളൊക്കെ ഒരു കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനെ ചെമ്മരിയാടും നാടൻ ആടുകളും ഒക്കെ ഇടകലർന്നിട്ടാണ് ഇവിടെ മേയുന്നത്. നമ്മളിപ്പോൾ കണ്ടിട്ട് ഈ വണ്ടി നിർത്തിയത് ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നുമല്ല. പക്ഷെ കശ്മീരിലേക്ക് വന്ന് ആദ്യം വണ്ടി നിർത്തിയ സ്ഥലം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിലും ഈ പച്ചപ്പിനോടും ഹരിതാഭയോടൊക്കെ എനിക്ക് പണ്ടേ ഒരു പ്രത്യേക അടുപ്പമുണ്ട്. ഇവിടെയൊക്കെ നവംബർ മുതൽ ജനുവരി വരെയൊക്കെ കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കുന്ന സ്ഥലമാണ്. ഐസൊക്കെ ഉരുകുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഡ്രൈ പോലെയാവും. പിന്നീട് മുളച്ചു വരുന്ന പുല്ലാണത്. എന്തായാലും ഇവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. പിന്നെ ഇവിടെ കൂടുതലും ഇങ്ങനെ സൈപ്രസ്, ദിയോഡർ, പൈൻ ഇനത്തിൽപ്പെട്ട മരങ്ങളാണ്. ശിഖരങ്ങളൊന്നും സൈഡിലേക്ക് അധികം നീളം വെക്കാതെ ഉയരത്തിൽ വളരുന്ന ടൈപ്പ് മരങ്ങളാണൊക്കെ. ഈ കട്ടിയിൽ സ്നോഫോൾ വരുമ്പോൾ അതിന്റെ കനം താങ്ങാൻ ശിഖരങ്ങളുള്ള മരങ്ങൾക്ക് പറ്റില്ലല്ലോ. ഈ ഒരു ഭൂപ്രകൃതി കണ്ട ഇന്ത്യ ആണെന്ന് പോലും തോന്നില്ല. വെസ്റ്റേൺ കൺട്രീസിലൊക്കെയാണ് ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാഴ്ചകളായതുകൊണ്ടാണ് നമുക്കൊക്കെ കാശ്മീർ എപ്പോഴും ഒരു അതിശയമായിട്ട് തോന്നുന്നത്. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ നിന്ന് മൊത്തം വ്യത്യാസമുള്ള സ്ഥലമായതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കാശ്മീർ വന്ന് വിസിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരു പുഴവക്കിലേക്കാണ് പോണത്.
ഇവിടെ മുകളിലൊരു വെള്ളച്ചാട്ടമുണ്ട്. ശ്രൂൺസ് വാട്ടർഫാൾസ് എന്നാണ് അതിന്റെ പേര്. അപ്പുറത്തൊരു വലിയ മല ആയതുകൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് ഐസ് ഉരുകി വരുന്നതും പിന്നെ ഉറവേക്കാണ് ഇങ്ങനെ പുഴയായിട്ട് ഒഴുകുന്നത്. ഇത് പിന്നെ കശ്മീരിലെ പ്രധാന പുഴകളിലൊന്നായ ചെലം റിവറിൽ ചെന്ന് ചേരും. ഇങ്ങനെയൊക്കെയുള്ള ആളും തിരക്കും ഒന്നുമില്ലാത്ത നല്ല സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ഡ്രൈവർ വേണം. നമ്മളൊരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡ്രൈവറിനെ അനുസരിച്ചിട്ടാണ് നമ്മുടെ അനുഭവം ഉണ്ടാവുക. നല്ല ഡ്രൈവറും പാക്കേജും ഒക്കെ ആണെങ്കിൽ നല്ല നല്ല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഞാൻ ഇപ്രാവശ്യം നമ്മുടെ ട്രിപ്പ് ആൻഡ് ടോൾഡിന്റെ പാക്കേജ് എടുത്തിട്ടാണ് വന്നത്. ശരിക്ക് ഈ ഗുൽമർഗിലുള്ള പ്രധാന ആക്ടിവിറ്റി ഒരു കേബിൾ കാറാണ്, ഗൊണ്ടോള റൈഡ്. നാളത്തേക്ക് അത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റൂമിലെത്തി സ്റ്റേ ചെയ്ത് നാളെ രാവിലെ തന്നെ പോകാനാണ് പ്ലാൻ. ഇവിടെയാണ് ഇന്നത്തെ സ്റ്റേ. ഓരോ ദിവസവും ഓരോ ഏരിയയിലായതുകൊണ്ട് വെവ്വേറെ സ്ഥലത്താണ് താമസം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതാണ് റൂം. മോശമില്ലാത്ത ഭേദപ്പെട്ട ഒരു റൂമാണ്. അപ്പോൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ തന്നെ നേരെ ഗൊണ്ടോള റൈഡിന് പോവുകയാണ്. ഞങ്ങൾക്ക് രാവിലെ 9 മണിയുടെ സ്ലോട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 മണിക്ക് തന്നെ നമ്മൾ പുറപ്പെട്ടു. ആ കാണുന്നതാണ് ഗൊണ്ടോള സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ കുറച്ച് നേരം ക്യൂ നിന്ന് നമ്മുടെ ഓൺലൈൻ ടിക്കറ്റും ID കാർഡും ഒക്കെ കാണിച്ച് നമ്മൾ കേബിൾ കാറിലേക്ക് കയറുകയാണ്. ഈ ഗുൽമർഗ് ഗൊണ്ടോള ആണ് അത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും ഉയരത്തിലുള്ള ഗൊണ്ടോള റൈഡ്. ലോകത്തിലെ 2ാം സ്ഥാനമാണ് അത്ര ഇതിന്. ഒന്നാമത്തേത് കാലിഫോർണിയയിലാണ്. അങ്ങനെ മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലത്തിന് മുകളിലൂടെ നമ്മൾ ഗുൽമർഗ് ഗൊണ്ടോളയുടെ ടോപ്പായിട്ടുള്ള അഫർവഡ് പീക്കിലേക്ക് പോവാണ്. അതിന്റെ മുകളിൽ നിന്നാൽ പാക് അധിനിവേശ കശ്മീർ കാണാം എന്നാണ് പറയുന്നത്. 2 സ്റ്റേജ് ആയിട്ടുള്ള ഈ ഗൊണ്ടോള റൈഡിൽ ഫസ്റ്റ് സ്റ്റേജ് വരെ പോയാൽ മതിയെങ്കിൽ 1000 രൂപയും സെക്കൻഡ് സ്റ്റേജ് വരെ ആണെങ്കിൽ ഒരാൾക്ക് 2070 രൂപയാണ് ഫീ. പിന്നെ ഇങ്ങോട്ട് വരുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കൂളിംഗ് ഗ്ലാസ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഈ ഫുൾ ടൈം വെള്ളം ഐസിലേക്ക് നോക്കി നിൽക്കുമ്പോൾ കണ്ണടിച്ചു പോകും. രണ്ടുപേരും നടന്നു വരുന്നു നോക്ക്. അവരെ സമ്മതിക്കണം കേട്ടോ. ശരിക്കും ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ വലിയ എക്സ്പീരിയൻസ് ട്രക്കറൊന്നും അല്ലെങ്കിൽ നോർമലി ഉള്ള സ്ഥലത്ത് കൂടെ നടക്കുമ്പോൾ പോലും നമ്മൾ വല്ലാതെ കിതയ്ക്കും. അപ്പോഴാണ് അവർ ഈ മല മൊത്തം നടന്ന് കയറുന്നത്. നമ്മളങ്ങനെ സെക്കൻഡ് ഫേസിന് മുകളിലെത്തി. അപ്പർവത് പീക്ക് എന്നാണ് ഇതിന് പറയുക. ഇവിടുന്ന് ട്രക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇനിയും മുകളിലേക്ക് നടന്നു പോവാം. അവിടെ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ 12,293 ഫീറ്റ് ഉയരത്തില് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മല കയറുക എന്ന് പറഞ്ഞാൽ അത് അത്ര സിമ്പിൾ അല്ല. കുറച്ച് നടക്കുമ്പോൾ അവിടെ ഒരു ഇന്ത്യൻ ഫ്ലാഗ് കാണാം. അങ്ങോട്ടാണ് സ്ലോ മോഷനിൽ നാൻസി നടന്നു പോണേ. നടന്നു ആരും കണ്ടിട്ടില്ല. ആ ഫ്ലാഗിന്റെ അവിടുന്ന് നോക്കിയാൽ കാണുന്ന മല പാകിസ്ഥാൻ അധിനിവേശത്തിലുള്ള കാശ്മീരാണത്രേ. അതായത് ഡയറക്റ്റ് കാണുന്ന ആ മലയല്ല, അതിന്റെ താഴെയാണ് പൂഞ്ച് ഡിസ്ട്രിക്ട്. അതിന്റെ അപ്പുറത്തുള്ള മലയിലാണ് പാകിസ്ഥാൻ ആർമി ഉള്ളത്. വെതർ ക്ലിയർ ആണെങ്കിലേ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുത്തെ സ്നോ ബൈക്കിംഗ് അടക്കമുള്ള കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഫേസ് 1 ഉള്ളത്. ഫേസ് 2 ഇങ്ങനെ പലകപ്പുറത്തിരുത്തി വലിച്ചുകൊണ്ട് പോകുന്ന ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഫേസ് 2 വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഫേസ് 1 ഇറങ്ങുന്നതാണ് ഏറ്റവും നല്ല പ്ലാൻ. അപ്പോൾ നമ്മൾ തിരിച്ച് ഫേസ് 1 തന്നെ പോവാണ്. ആ കാണുന്ന മലയുടെ മുകളിലേക്ക് ഒരു ട്രെക്കിംഗ് പാത്ത് ഉണ്ട്. ഫ്രോസൺ ലേക്ക് പാത്ത് എന്നാണ് അതിന്റെ പേര്. മലയുടെ മുകളിൽ ഒരു ഫ്രോസൺ ലേക്ക് ഉണ്ട് ഇത്ര. ആ മഞ്ഞ് പോലെ കാണുന്നത് സ്നോഫോൾ ആണ്. പിന്നെ ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും നല്ല ചെലവുണ്ട്. പ്രത്യേകിച്ച് കപ്പിളൊക്കെ ആയിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഒരിടത്തും ഇല്ലാത്ത റേറ്റ് ഒക്കെ പറയുക. സ്നോ ബൈക്കിനൊക്കെ പെർ ഹെഡ് 4000 വെച്ചിട്ട് 8000 ആണ് എന്നോട് പറഞ്ഞത്. ശരിക്കും 2000 രൂപയ്ക്ക് വരെ ഇവിടെ സ്നോ ബൈക്ക് കിട്ടും. പാക്കേജിൽ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലത് അതാണ്. പക്ഷെ പൊതുവെ എല്ലാ പാക്കേജിലും ഇങ്ങനെയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാറില്ല. ചിലപ്പോൾ ഗൊണ്ടോള റൈഡ് ടിക്കറ്റ് പോലും ഇല്ലാതെ പലരും പാക്കേജസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിശ്വസിക്കാവുന്ന കമ്പനിയുടെ പാക്കേജസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ വന്ന ട്രിപ്പ് ആൻഡ് ടോൾഡിന് 20,000 രൂപ മുതലുള്ള കാശ്മീർ പാക്കേജസ് ഉണ്ട്. അവർ പിന്നെ ഗ്രൂപ്പായിട്ടല്ലാതെ ഓരോ ഫാമിലിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കംഫർട്ടായിട്ട് പോവാം. ട്രിപ്പ് ആൻഡ് ടോൾഡിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.
ഫേസ് 1 തിരക്കും ബഹളവും ഒക്കെ കണ്ടപ്പോൾ അധികം നേരം നിൽക്കാതെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. മലയുടെ മുകളിലൊക്കെ നല്ല മഞ്ഞാണെങ്കിലും ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴേ മഞ്ഞൊക്കെ കുറഞ്ഞ് കുറച്ച് ചെളിയൊക്കെ പിടിച്ചിട്ടാണ് കിടക്കുന്നത്. ഇതൊക്കെ ഇവിടുത്തെ ആട്ടിടയന്മാരുടെ വീടാണ്. വിന്റർ ടൈമിൽ അവർ മല ഇറങ്ങി താഴെ എവിടെയെങ്കിലൊക്കെയാണ് താമസിക്കുക. പിന്നെ ഡ്രൈവർ താഴെ വെയിറ്റിംഗ് ആണ്. അവിടെ ചെന്ന് ഇനി നേരെ പഹൽഗാം പോകാനാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ താഴെ വന്ന് കാറിൽ കയറി പഹൽഗാമിലേക്ക് പോവുക. ഇനി ഗൊണ്ടോളയ്ക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾ ഈ 12,300 അടി ഉയരത്തിലേക്കാണ് പെട്ടെന്ന് കയറുന്നത് എന്നുള്ള ഓർമ്മ വേണം. നന്നായിട്ട് വെള്ളം കുടിക്കണം. മുകളിൽ അതൊക്കെ മേടിക്കാൻ കിട്ടും. പക്ഷെ ഒരു കുപ്പി വെള്ളത്തിനും ചായക്കും ഒക്കെ 100 രൂപയാണ് ചാർജ്. ഒരു മാഗിക്ക് 300 രൂപ. പിന്നെ അവിടുത്തെ സ്നോ ആക്ടിവിറ്റീസിനൊക്കെ പേ ചെയ്യാൻ ക്യാഷ് ആയിട്ട് കയ്യിൽ കരുതണം. നന്നായിട്ട് വില പേശാൻ അറിയാമെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ന്യായമായിട്ടുള്ള റേറ്റിൽ കിട്ടും. പക്ഷെ 80% ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി മാത്രമേ ഇവർ സംസാരിക്കൂ. ഇത് പോകുന്ന വഴിക്ക് കണ്ടൊരു കടുകുപാടാണ്. കശ്മീരിലെ ഒരു പ്രധാന വിളയാണ് ഈ കടുക്. മഞ്ഞ കളറിൽ പൂവും അതിന്റെ ഇടയിൽ ചെറിയ മുരിങ്ങക്കോലിന്റെ ഷേപ്പിലുള്ള കായുടെ അകത്താണ് കടുക് ഉണ്ടാവുന്നത്. പിന്നെ എപ്പോഴും വാർത്തയിലൊക്കെ കേൾക്കുന്ന ഭീകരാക്രമണങ്ങളെ കുറിച്ച് പേടിയുള്ളവരാണെങ്കിൽ ഇവിടെ അത് പേടിക്കണ്ട കേട്ടോ. ടൂറിസം ഏരിയയിലേക്കൊന്നും ഭീകരാക്രമണങ്ങൾ ഉണ്ടാവാറില്ല. അത് മാത്രമല്ല, ഓരോ 1/2 കിലോമീറ്ററും ഒരു മിലിറ്ററിക്കാരനെങ്കിലും തോക്കും പിടിച്ച് കാവൽ നിൽക്കുന്നുണ്ടാവും. ടൗണിലൊക്കെ ആണെങ്കിൽ മുക്കിലും മൂലയിലും നോക്കിയാൽ മിലിറ്ററിക്കാരെ കാണാം. അങ്ങനെ സുരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ ടൗൺ ടൂറിസം ഏരിയയിലൊന്നും അടുത്ത കാലത്ത് ഭീകരാക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഫുഡിന്റെ കാര്യത്തിലും കാശ്മീരിൽ അത്ര പ്രശ്നമൊന്നുമില്ല. നോൺ വെജ് റെസ്റ്റോറന്റും വെജ് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് മിക്ക സ്ഥലത്തും. പക്ഷെ ഒരു ഫുൾ ബിരിയാണിയോ ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ചാൽ 2 ആൾക്ക് ഈസി ആയിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും. അതുകൊണ്ട് ഓർഡർ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഓർഡർ ചെയ്താൽ മതി. വെൽക്കം ടു പഹൽഗാം. അങ്ങനെ നമ്മൾ പഹൽഗാം എത്തി. ഇവിടെ പ്രധാനമായിട്ട് 4 സ്ഥലങ്ങളാണുള്ളത്. ആരു വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി, പിന്നെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ബൈസറൻ വാലി. ഇത് AD 400 നിർമ്മിച്ച മാമലേശ്വർ ടെമ്പിൾ ആണ്. ഹിന്ദു വിശ്വാസ പ്രകാരം ഗണപതിയുടെ തല മുറിച്ച് ആനത്തല വെച്ചത് ഈ അമ്പലത്തിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത്. ഈ പെഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലം ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇതിന്റെ പല സ്ഥലങ്ങളിലുമായിട്ടാണ് നേരത്തെ പറഞ്ഞ ആ 3 വാലികൾ ഉള്ളത്. ഇതിൽ കുറച്ച് ദൂരെയുള്ള വാലി ആരുവാലിയാണ്. സോ ഇന്ന് ഇവിടെയാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ ആരുവാലി എന്ന സ്ഥലത്തിന്റെ ഭംഗിയൊക്കെ കണ്ട് പിന്നെ റൂമിൽ പോയിട്ട് നാളെ രാവിലെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാം. ഈ പാലം കടന്നാൽ ആരുവാലിയായി. ഇങ്ങനെ എവിടെ നോക്കിയാലും പച്ചപ്പ് കാണുന്ന ഒരു താഴ്വരയാണ് ഈ ആരു വാലി. ഇതിലൂടെ ഇങ്ങനെ ഒഴുകുന്ന ചെറിയ അരുവികളും ബാക്ക്ഗ്രൗണ്ടിലും മഞ്ഞുമലകളൊക്കെ ആയിട്ട് ഒരുപാട് ആളും തിരക്കും ഒന്നുമില്ലാത്ത ശാന്തമായിട്ടുള്ള ഒരു സ്ഥലം. ഇവിടുത്തെ 3 വാലികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ആരു വാലിയാണ്. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഈ പുൽമേട്ടില് പല സ്ഥലത്തും ചെറിയ ഭംഗിയുള്ള അരുവികളൊക്കെ ഒഴുകുന്നുണ്ടെങ്കിലും ഈ സൈഡിൽ ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട്. നല്ല ഭംഗിയാണ് അത് കാണാൻ. ആളും തിരക്കൊന്നുമില്ലാത്ത ഈ പുഴവക്കിൽ വന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഫീലാണ്. പഹൽഗാം എന്ന ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് ആരുവാലി എത്താൻ. ഇവിടെ റോഡ് അവസാനിക്കുകയാണ്. 3 ഭാഗത്തും വലിയ മലകളൊക്കെ ആയിട്ടൊരു ഗ്രാമമാണ് ഈ ആരു. ശരിക്കും കാശ്മീർ യാത്രയിലും മനസ്സുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്ഥലവും ഈ ആരു തന്നെയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ കയറി ആരുവാലിയും സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള മലകളുടെയൊക്കെ ഇന്ന് മുകളിലേക്ക് പോയി നോക്കണം. അവിടെയൊക്കെ ട്രക്കിങ്ങിന് പോയിട്ടുള്ളവർ ആഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് കാണാം. ആ മലയുടെയൊക്കെ മുകളിലുള്ള വലിയ വലിയ തടാകങ്ങളും പുൽമേടുകളും ഒക്കെ കണ്ട 1 മാസമെങ്കിലും ഇവിടെ താമസിച്ച് ട്രക്ക് ചെയ്ത് ഈ മലകളുടെയൊക്കെ മുകളിലേക്ക് പോയി ഇതൊക്കെ നേരിട്ട് കാണണം തോന്നും.
ഈ ആരുവാലിയിൽ ഈ കാണുന്ന ഒരു താഴ്വര അല്ലാതെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ വേറെയും കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകാൻ പോണി റൈഡൊക്കെ അവൈലബിൾ ആണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെയൊക്കെ വെച്ച് ടൂറിസ്റ്റിന്റെ എണ്ണമൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് ഇവിടെ അത്ര കത്തിയല്ല. പോണി റൈഡൊക്കെ 600 രൂപയ്ക്ക് കിട്ടും. വൈകുന്നേരം ആയപ്പോൾ ഇവിടെ പോണി റൈഡിന് ഉണ്ടായിരുന്നവരൊക്കെ നേരെ അവരുടെ വീട്ടിലേക്ക് പോവാണ്. ടൂറിസ്റ്റിനെ കൊണ്ട് പോകുമ്പോൾ കുതിര നടക്കാറില്ലേ ഉള്ളൂ, അപ്പോൾ ഒന്ന് ഓടി പ്രാക്ടീസ് ആവട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും ഇപ്പോൾ ഓടിക്കുന്നത്. ആ മലയുടെ മുകളിലായിട്ട് വേറെയും വാലികളുണ്ട്. അങ്ങോട്ട് വണ്ടിയൊന്നും പോകാൻ പറ്റില്ലെങ്കിലും വീടുകളും കൃഷിസ്ഥലങ്ങളും ഒക്കെയുള്ള ചെറിയൊരു ഗ്രാമം തന്നെയുണ്ട് അവിടെ. ആ കാണുന്ന മലയുടെ മുകളിലാണ് ടർസർ എന്ന ലേക്ക് ഉള്ളത്. അതല്ലാതെ നമ്മൾ നിൽക്കുന്നതിന്റെ ബാക്കിലുള്ള മലയിലും ഒക്കെ തടാകങ്ങളുണ്ട് അത്രേ. അങ്ങോട്ടൊക്കെ ട്രക്കിങ്ങിന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്നാൽ ഇവിടുന്ന് ഗൈഡിനെ കിട്ടും. ശരിക്കും ഈ ഹിമാലയ മലകളൊക്കെ ഒരു അതിശയം തന്നെയാണ്. എത്ര കണ്ടാലും മടുക്കാത്ത ഒരുപാട് ദൂരത്തിൽ ഇങ്ങനെ ഹിമത്തിൽ പൊതിഞ്ഞു നിൽക്കുകയാണ് ഈ ഹിമാലയം. ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ റൂമിലെത്തി ഡിന്നറും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സൂര്യൻ നല്ല ബ്രൈറ്റ് ആയിട്ട് ലൈറ്റൊക്കെ ഓണാക്കി വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ 5 മണിക്ക് തന്നെ നേരം വിളക്കും. അതുപോലെ വൈകുന്നേരം 7:30 ആയാലേ ഇരുട്ടാവുള്ളൂ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ആരു ഹൈറ്റ്സ് എന്ന കോട്ടേജിൽ നിന്നുള്ള വ്യൂ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഈ ആരു എന്ന സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഇങ്ങോട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ നാട്ടുകാർക്ക് പോലും ട്രാവൽ ചെയ്യണമെങ്കിൽ ഷെയർ ടാക്സിയോ അല്ലെങ്കിൽ ഗുഡ്സ് വണ്ടികളിലൊക്കെ വരുമ്പോൾ അതിൽ കയറിയോ പോകണം, അല്ലെങ്കിൽ പിന്നെ കുതിരപ്പുറത്ത് കയറണം. ഈ റോഡും ഗ്രാമങ്ങളും ഒക്കെ 4-5 മാസത്തോളം മഞ്ഞ് വീണ് അടച്ചിടാറുണ്ടെങ്കിലും അല്ലാത്ത സമയത്ത് ട്രാവൽ ചെയ്യാൻ ഒരു ബസ്സെങ്കിലും വേണ്ടതായിരുന്നു. ഇത്രയും ടൂറിസ്റ്റ് ഒക്കെ വരുന്നതല്ലേ. ഈ കാണുന്നതാണ് ബേതാബ് വാലി. പെഹൽഗാമിലെ ഏറ്റവും അടുത്തുള്ള, അതായത് ടൗണിൽ തന്നെയുള്ള ഒരു പാർക്കാണത്. ശരിക്കും ഇതിന്റെ പേര് ഹാജൻ വാലി എന്നായിരുന്നു. 1983 ഫേമസ് ആയിട്ടുള്ള ഒരു ബോളിവുഡ് മൂവി ബേതാബ് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ബേതാബ് വാലി എന്ന പേര് വന്നത്. ഈ കശ്മീരിലെ വേറൊരു പ്രത്യേകത, ഇവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കും പോകാൻ യൂണിയൻ ടാക്സി വിളിക്കണം. അതായത് നമ്മൾ ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗ് എത്തിയാൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറങ്ങണമെങ്കിൽ അവിടെ നിന്നുള്ള ലോക്കൽ ടാക്സി എടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നമ്മൾ വന്ന ടാക്സിക്ക് ലോക്കൽ സൈറ്റ് സീയിങ്ങിനുള്ള പെർമിഷൻ ഇല്ല. പെഹൽഗാമിലേക്ക് വന്നാലും അങ്ങനെ തന്നെ. അപ്പോൾ പാക്കേജിൽ ലോക്കൽ ടാക്സി ചാർജും കൂടി ഇൻക്ലൂഡഡ് ആണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഈ ബേതാബ് വാലിയിലേക്ക് എൻട്രി ഫീ പെർ ഹെഡ് 100 രൂപയാണ്. ആരുവാലിയിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഈ പാർക്കിലെ പച്ചപ്പും അതിനകത്തു കൂടെ ഒഴുകുന്ന പുഴയൊക്കെ കണ്ട് നടക്കാം എന്നാണ് ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ജലം റിവറിന്റെ പോഷക നദിയാണ് ഇതും. ഇവിടെയും പോണി റൈഡ് ഉണ്ട്. ജസ്റ്റ് പുഴവത്ത് കൂടെ പോയി വരാനോ അല്ലെങ്കിൽ അപ്പുറത്തുള്ള ഒരു ഗ്രാമം വരെയൊക്കെ ഈ കുതിരപ്പുറത്ത് പോവാം. ഇവിടുന്ന് അധികം ദൂരെ അല്ലാതെയാണ് ചന്ദൻവാടി എന്ന സ്ഥലം. അവിടെയാണ് അമർനാഥ് ട്രക്കിങ്ങിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അമർനാഥിലേക്ക് ട്രക്ക് ചെയ്യാൻ ഇവിടുന്ന് സോനമാർഗ് എന്ന സ്ഥലത്തു നിന്നും പോവാം. കാശ്മീർ ലഡാക്ക് ബോർഡറിലാണ് അമർനാഥ് ക്ഷേത്രമുള്ളത്. ഈ ചന്ദൻവാടി മിക്കവാറും നല്ല പച്ചപ്പ് ഉണ്ടാവാറുള്ള സ്ഥലമാണെങ്കിലും ഇന്ന് കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കുകയായിരുന്നു. മഞ്ഞിന്റെ കൂടെ മണ്ണും കൂടെ മിക്സായി കിടക്കുന്നതുകൊണ്ട് അത്ര ഭംഗിയൊന്നും തോന്നിയില്ല. ഇനി നമ്മുടെ അടുത്ത സ്ഥലം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ബൈസറൻ വാലിയാണ്. കുതിരപ്പുറത്ത് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നടന്നു വേണമെങ്കിലും പോവാം, പക്ഷെ ഒരു 2 മണിക്കൂറോളം ചെളി കൂടെ കയറ്റമൊക്കെ കയറി നടന്നു പോകുന്നത് അത്ര സുഖമല്ലാത്തതുകൊണ്ട് കുതിരപ്പുറത്ത് പോകാന്ന് വെച്ചു. പെർ ഹെഡ് 3000 രൂപയിൽ നിന്ന് തുടങ്ങിയിട്ട് 1500 രൂപയ്ക്ക് ഡീൽ ഉറപ്പിച്ചു. ഇവർക്ക് വായിൽ വരുന്നൊക്കെയാണ് ചാർജ് പറയുന്നത്. ഇനി ജാക്കറ്റിന്റെ കാര്യം. കശ്മീരിലേക്ക് വരുമ്പോൾ മിനിമം 2 ജാക്കറ്റെങ്കിലും ഇല്ലാതെ വരരുത്. അതിലൊന്ന് വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അത്രയും നല്ലത്. കാരണം തണുപ്പ് എപ്പോഴും ഒരുപോലെയല്ല. ചിലപ്പോൾ സ്നോഫോളോ മഴയൊക്കെ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. നല്ല സ്നോഫോളൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ വാട്ടർ പ്രൂഫ് ജാക്കറ്റ് അത്യാവശ്യമാണ്. അതുപോലെ വാട്ടർ പ്രൂഫ് ഷൂ, ഗ്ലൗസും വാട്ടർ പ്രൂഫ് ആണെങ്കിൽ അത്രയും നല്ലത്. ശരിക്കും ഈ സ്ഥലമൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല തണുപ്പ് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം.
ഇനി കശ്മീരിലെ ഏറ്റവും നല്ല സീസൺ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവിടെ എപ്പോഴും സീസൺ ആണ് എന്നുള്ളതാണ് വാസ്തവം. നവംബറും ഡിസംബറും ഒക്കെ ഫുള്ള് സ്നോഫോളും മഞ്ഞ് മൂടി കിടക്കുന്നതും പിന്നെ മെയ് ജൂണൊക്കെ മഴ, അത് കഴിഞ്ഞാൽ പച്ചപ്പ്, അങ്ങനെ പല കാലാവസ്ഥയായിട്ട് വർഷം മുഴുവൻ കശ്മീരിൽ കാണാനുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ 3 സീസണിലും കശ്മീർ കാണാൻ വന്ന എൻ്റയർലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ ബൈസ്രൻ വാലിയിലെത്തി. ഒരാൾക്ക് 35 രൂപയാണ് എൻട്രി ഫീ. അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഇതും ഒരു വാലിയാണ്, പക്ഷെ നല്ല ഭംഗിയുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു താഴ്വര. ആരുവാലിയിലൊക്കെ കണ്ട പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മഞ്ഞുമലയും മരങ്ങളും ഒക്കെ ആയിട്ട്. അല്ലെങ്കിലും കശ്മീരിൽ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നമുക്ക് ഈ പുറകിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ മഞ്ഞുമലകൾ കാണാതിരിക്കില്ല. നമ്മൾ രാവിലെ തന്നെ ഇങ്ങോട്ട് പോകുന്നതുകൊണ്ടാണ് ഒട്ടും തിരക്കില്ലാത്തത്. ഉച്ച കഴിഞ്ഞ ഒരു പൂരത്തിനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടാവാറുണ്ട് അത്രേ. അതുപോലെ തന്നെ നമ്മൾ വരുമ്പോൾ കുതിര എല്ലാം ഒരേ വഴിക്കല്ല വരുന്നത്. 1 മണിക്കൂർ കൊണ്ട് എത്തുന്നതും 2 മണിക്കൂർ കൊണ്ട് എത്തുന്നതും ഒക്കെ വേറെയുണ്ട്. ടൈം അനുസരിച്ച് ചാർജും കൂടും. ഈ ബൈസ്രൻ വാലിയിൽ ഇങ്ങനെ പുൽമേടുകളല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇവിടുത്തെ പല ഗ്രാമങ്ങളും വണ്ടികളൊന്നും ചെല്ലാത്ത മലകളുടെയൊക്കെ മുകളിലായതുകൊണ്ട് ഈ കുതിരകൾ ഇവിടുത്തെ ഒരു പ്രധാന സഞ്ചാരമാർഗ്ഗമാണ്. നല്ല കട്ടയായിട്ട് ഐസ് വന്നാൽ മാത്രം കുതിരയ്ക്ക് നടക്കാൻ പറ്റില്ല, സ്ലിപ്പാവും. അങ്ങനെയുള്ള സമയത്തൊക്കെ ഈ മലയുടെ മുകളിലുള്ള ഗ്രാമവാസികളൊക്കെ താഴേക്ക് വന്നിട്ടാണ് സ്റ്റേ ചെയ്യുക. അത് മാത്രമല്ല, ഈ ബൈസ്രൻ വാലി പോലെ കുതിരപ്പുറത്ത് മാത്രം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ അപ്പോൾ ക്ലോസ്ഡ് ആയിരിക്കും. അതുപോലെ ശ്രീനഗറിലേക്ക് വരാനുള്ള ഫ്ലൈറ്റ് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹി വഴിയുള്ള ഫ്ലൈറ്റ് ആണ് കൺവീനിയന്റ് എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഡൽഹി വരെ ട്രെയിനിന് വന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് എടുക്കാം, അതല്ലേ ലാഭം എന്ന് ഓർത്താൽ ശരിക്കും നഷ്ടമാണ്. ട്രെയിനിന്റെയും ഫ്ലൈറ്റിന്റെയും പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ടാക്സിയും അങ്ങനെ മൊത്തം വരുന്ന ചാർജിൽ നമുക്ക് ഇവിടെ നിന്നുള്ള കണക്ഷൻ ഫ്ലൈറ്റ് കിട്ടും, സമയവും ലാഭം. ഇനി ഫുൾ ട്രെയിൻ നോക്കുകയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് ജമ്മു വരെ ട്രെയിൻ കിട്ടും, പക്ഷെ അവിടുന്ന് ശ്രീനഗറിലേക്കുള്ള റോഡ് കണ്ടീഷൻ അത്ര നല്ലതല്ല. നമ്മൾ താഴെ എത്തിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. മെയ് മുതലാണ് ഇവിടെ മഴ വരാറുള്ളതെങ്കിലും ഇപ്രാവശ്യം ഏപ്രിൽ 3rd വീക്ക് മുതൽ തന്നെ മഴയുണ്ട് ഇത്ര. മഴ വന്നോണ്ടാണോ എന്നറിയില്ല, കുതിരയ്ക്ക് കുറച്ച് സ്പീഡ് കൂടി. അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് സ്പീഡ് കൂട്ടുകയും ചെയ്യും. എന്തായാലും മഴ പെയ്തുകൊണ്ട് താഴെ പഹൽഗാമിൽ എത്തിയപ്പോൾ ഈ ടൗണിന്റെ അടുത്ത് തന്നെയുള്ള ഒരു പുഴയിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാന്ന് വെച്ചു. കുറച്ചു നേരം മഴയും കൊണ്ട് നടക്കാനാണ് പ്ലാൻ. ഏപ്രിൽ മാസത്തിൽ നാട്ടിലെ കൊടും ചൂടിന്നാണ് നമ്മൾ തണുപ്പും മഴയും കൊള്ളാൻ വേണ്ടിയിട്ട് ഈ കാശ്മീരിലേക്ക് വന്നേക്കുന്നത്. എന്നാൽ പിന്നെ ഒന്ന് മഴ നനഞ്ഞു നോക്കിയാലോ. അപ്പോൾ കുറച്ച് നേരം മഴയും കൊണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഡാൽ ലേക്കിലേക്കാണ് ഇനി പോകാനുള്ളത്. ഈ ഡാൽ ലേക്കിലുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് ഇന്നത്തെ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഡാൽ ലേക്കിന്റെ മോളിൽ നിന്നുള്ള വ്യൂ കിട്ടുന്ന ഒരു സ്ഥലമാണ് ശങ്കരാചാര്യ ടെമ്പിൾ. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഡാൽ ലേക്കിലേക്ക് തിരിച്ചിറങ്ങി വരാം. പോകുന്ന വഴിക്ക് തന്നെ റോഡ് സൈഡിൽ നിന്ന് ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് വണ്ടി നിർത്തി. ഡാൽ ലേക്കിന്റെ മോളിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റിയൊരു സ്പോട്ടാണത്. ലേക്ക് ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന കശ്മീരിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സ്പോട്ടാണ് ഈ കാണുന്ന ഡാൽ തടാകം. ഇങ്ങനെ ഷിക്കാരകളും ഹൗസ് ബോട്ടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലേക്കിലെ ഹൗസ് ബോട്ടിലെ താമസം മിക്ക ടൂറിസ്റ്റിന്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ്. വലുപ്പത്തിന്റെ കാര്യത്തിൽ കശ്മീരിലെ 2ാമത്തെ തടാകമാണ് ഡാൽ. ഒന്നാമത്തേത് ശ്രീനഗറിൽ നിന്നൊരു 40 കിലോമീറ്റർ മാറി വാളാർ എന്നൊരു തടാകമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കും അതാണ്. ആ മലയുടെ മുകളിൽ കാണുന്നത് ഹാരി പാർബറ്റ് എന്നൊരു പഴയ കോട്ടയാണ്. 1590 പണി തുടങ്ങിയാണെങ്കിലും 1808 കശ്മീർ പ്രൊവിൻസിന്റെ ഗവർണർ ആയിരുന്ന അട്ട മുഹമ്മദ് ഖാനാണ് ഈ മലയുടെ മുകളിലുള്ള കോട്ടയുടെ പണി തീർത്തത്. ഈ ഡാൽ ലേക്ക് കംപ്ലീറ്റ് അതിന് മുകളിൽ നിന്നാൽ കാണാം.
ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട്. നമുക്ക് നേരെ ശങ്കരാചാര്യ ടെമ്പിളിന്റെ മുകളിലേക്ക് പോവാം. പിന്നെ നമ്മുടെ ഈ 5 ദിവസത്തെ ട്രിപ്പിൽ കൂടെ ഉണ്ടായിരുന്നത് ഈ ടാക്സി ആയിരുന്നു കേട്ടോ, സ്വിഫ്റ്റ് ഡിസയർ. നല്ല വണ്ടിയും ഡ്രൈവറും ഒക്കെ ആയിരുന്നു. അങ്ങനെ ശങ്കരാചാര്യ ടെമ്പിളിന്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി കുറച്ച് ദൂരം നടന്നു പോവാണ്. ഒരു 10 മിനിറ്റോളം ഈ റോഡിലൂടെ നടന്നിട്ട് പിന്നെ കുറച്ച് സ്റ്റെപ്പും കയറാനുണ്ട് മുകളിലെത്താൻ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ വന്നപ്പോ കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല ഭംഗിയായിട്ട് ഈ സ്ഥലമൊക്കെ കിടക്കുന്ന കാണാൻ. ഈ പച്ചപ്പും കോടമഞ്ഞും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഇടുക്കിയിലൊക്കെ പോയ പോലത്തെ ഒരു ഫീല്. ഇവിടെ പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ 243 സ്റ്റെപ്സ് കയറി വേണം ടെമ്പിളിന്റെ മുകളിലോട്ട് എത്താൻ. താഴെ നമ്മുടെ ഡാലിലേക്ക് ഇന്ന് 1000 അടിയാണ് മൊത്തം ഈ മലയുടെ മുകളിലേക്കുള്ള ഉയരം. ഇങ്ങനെ ഒരു വലിയ മലയുടെ മുകളിലാണ് ഈ ടെമ്പിൾ. അതിർത്തി സംസ്ഥാനം ആയതുകൊണ്ടും പിന്നെ മലയുടെ മുകളിൽ ഒരു മിലിറ്ററി ക്യാമ്പ് ഒക്കെ ഉള്ളതുകൊണ്ടും ക്യാമറയ്ക്ക് ചില സ്ഥലങ്ങളൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതാണ് ടെമ്പിളിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ. പക്ഷെ ഒന്നും കാണാനില്ല, കംപ്ലീറ്റ് കോടമഞ്ഞ് മൂടി കിടക്കുമായിരുന്നു. കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ട് താഴേക്ക് കാണാനുണ്ട്. ഇതാണ് ശങ്കരാചാര്യ ടെമ്പിൾ. ഇവിടെ റിനോവേഷൻ വർക്ക് നടക്കുകയാണ്. അതുപോലെ അകത്തേക്ക് ക്യാമറയൊന്നും അലൗഡും അല്ല. അപ്പോൾ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇനി കോടമഞ്ഞൊക്കെ മാറുമെന്ന് നോക്കിയിട്ട് വലിയ മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ താഴേക്ക് ഇറങ്ങി. ഡാൽ ലേക്കിലേക്കുള്ള ഹൗസ് ബോട്ടിലേക്കാണ് ഇനി പോണേ. 18 സ്ക്വയർ കിലോമീറ്റർ പരന്ന് കിടക്കുന്ന ഒരു വലിയ ലേക്കാണിത്. ഇവിടെ ഈ ഹൗസ് ബോട്ടിലെ സ്റ്റേ ഒക്കെ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞ സമയത്ത് ഷിക്കാര നമ്മളെ പിക്ക് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഹൗസ് ബോട്ടിലെത്തി. നമ്മുടെ ആലപ്പുഴയിലേക്ക് ഹൗസ് ബോട്ട് പോലെ ഒഴുകുന്ന ബോട്ടല്ല ഇവിടെ, എല്ലാം ഫിക്സഡ് ആയിരിക്കും. ലേക്ക് വ്യൂ ഉള്ള ഒരു റിസോർട്ട് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഈ ഒരു സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറിയ ആർഭാടമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ്. അവിടുന്ന് അകത്തേക്ക് കയറുമ്പോൾ ഒരു ഡൈനിങ് ഏരിയ. ഇതൊരു ബോട്ടാണല്ലോ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ നല്ല സ്പേസ് ഒക്കെ ഉള്ള വിശാലമായിട്ടുള്ള ഒരു റൂമാണത്. ഇതിന്റെ ബാക്കിലായിട്ട് 2 റൂമാണുള്ളത്. ഇതാണ് ഒരു റൂം. 3 പേർക്ക് കിടക്കാൻ പറ്റിയ ഒരു വലിയ റൂമാണ്. ഈ പോണത് ഒരു സ്നാക്ക് ഷോപ്പാണ്. പാനിപ്പുരിയും പാവബജിയും ഒക്കെ ഉണ്ട് ഈ വണ്ടിയിൽ. ഇത് ബാർബിക്യൂ ഷോപ്പ്. ലൈവായിട്ട് ചിക്കൻ ബാർബിക്യൂ ഒക്കെ റെഡിയാക്കി തരും. ഇങ്ങനെ ഐസ്ക്രീമും ഫ്രൂട്ട്സും ഡ്രസ്സും എല്ലാ സാധനങ്ങളും ശിക്കാരയിൽ കൊണ്ടു നടന്ന് വിൽക്കുന്നുണ്ട്. ഇവിടെ ഹൗസ് ബോട്ടിലുള്ള ടൂറിസ്റ്റിനെ ലക്ഷ്യം വെച്ചിട്ടുള്ള കച്ചവടമാണ് എല്ലാം. പിന്നെ ഹൗസ് ബോട്ട് ബുക്ക് ചെയ്യാതെ ഈ ശിക്കാരയിൽ മാത്രം കറങ്ങുന്ന ടൂറിസ്റ്റുകളും ഒരുപാടുണ്ട്. ഇതാണ് നമ്മുടെ ഹൗസ് ബോട്ട്. ഇവിടെ എല്ലാ ഹൗസ് ബോട്ടും പുറമേന്ന് കാണാൻ ഇങ്ങനെയൊക്കെ തന്നെയാ. ഈ തടാകത്തിന് അധികം ആഴമില്ലാത്തതുകൊണ്ടും വർഷങ്ങളായിട്ട് ഈ ബോട്ടുകളൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നതുകൊണ്ടും മിക്ക വഞ്ചി വീടുകളും ഇവിടെ തന്നെ ഉറച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ രാത്രി ഡിന്നറും കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ നേരം വെളുത്തപ്പോൾ തന്നെ നമ്മൾ ബോട്ടിങ്ങിന് ഇറങ്ങി. അതായത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. രാവിലെ 5 മണി മുതൽ തന്നെ അത് ആക്റ്റീവ് ആവും. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. നമ്മുടെ പാക്കേജിൽ 1 മണിക്കൂർ ഷിക്കാര റൈഡ് ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അത് ഇങ്ങനെ രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ നമുക്ക് ചൂസ് ചെയ്യാം. ഇതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. നിങ്ങൾ വിചാരിച്ച പോലെ പുറമേന്ന് കാണാൻ ഒരു വലിയ മാർക്കറ്റ് ഒന്നുമില്ല ഇവിടെ. ഈ ഒരു സ്ഥലത്ത് എല്ലാവരും കൂടെ രാവിലെ ഒരുമിച്ച് കൂടും. വാങ്ങാനുള്ളവരും വിൽക്കാനുള്ളവരും ഒക്കെ വന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഇവിടുന്ന് പോയിട്ടുണ്ടാവും. Good morning, everybody. Good morning. How are you? I'm good. Where are you from? Yeah, I'm from Kerala. From Kochi, Malappuram, Koyakod, Kannur. I'm from Cochin. Cochin. Yeah. I'm famous. You are a YouTuber? Yes. Yeah, okay. YouTube, Facebook, Instagram, famous of Bombay, Dil Se Puri, Super. Highlands, Bukadiya 3, MMTV. I'm also famous. My name is Mushtaq. Channel name is Mushtaq Kahwa. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയ കാവ സെയിൽ ചെയ്യുന്ന ആളാണിത്. കുറെ ഡ്രൈ ഫ്രൂട്ട്സും കുങ്കുമപ്പൂവും ഒക്കെ ചേർത്ത് ഗ്രീൻ ടീയിൽ ഉണ്ടാക്കുന്ന ഈ കവ കാശ്മീരിന്റെ ഒരു പ്രധാന ഡ്രിങ്ക് ആണ്. ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വരുന്ന ടൂറിസ്റ്റിന് കവ സെയിൽ ചെയ്യുന്ന ആളാണ് ഈ മുസ്താഖ്. നമ്മളും 2 കവ ഓർഡർ ചെയ്തു.
ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ സെയിൽസ് ഈ നാട്ടുകാർ നട്ടുണ്ടാക്കുന്ന പച്ചക്കറി തന്നെയാണ്. അത് അവരിവിടെ വിൽക്കാൻ കൊണ്ടുവരുമ്പോൾ കച്ചവടക്കാർ മേടിച്ചുകൊണ്ട് പോകും. പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ അന്നന്ന് വിൽക്കേണ്ടതായതുകൊണ്ട് വെളുപ്പിന് തന്നെ വിൽക്കാനുള്ളവർ പച്ചക്കറിയൊക്കെ ആയിട്ട് ഈ മാർക്കറ്റിലേക്ക് വരും. അതിരാവിലെ തന്നെ വാങ്ങാനുള്ളവർ അത് വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും. ഹാക്ക്, പലാക്ക് എന്നൊക്കെ പറയുന്ന പല ടൈപ്പ് ഇലവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ നമ്മുടെ ബീട്രൂട്ട് പോലത്തെ മഡ്ജ് എന്നൊരു കിഴങ്ങും ക്യാരറ്റും ക്യാബേജും ഒക്കെയാണ് ഇവിടുത്തെ മെയിൻ വെജിറ്റബിൾസ്. അപ്പോൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ പോവുകയാണ്. ഇനി ഇവിടുത്തെ മാർക്കറ്റ് ഏരിയയൊക്കെ കറങ്ങി തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്യണം. ശരിക്കും എനിക്ക് കുറച്ച് ദൂരം കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് മോട്ടോർ ശിക്കാരായതുകൊണ്ട് പായലൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോവില്ല. പിന്നെ 1 മണിക്കൂറിന് 1300 രൂപയാണ് എന്നാണ് പറഞ്ഞത്. സാധാരണ തുഴയുന്ന ശിക്കാര 600-700 രൂപയ്ക്കൊക്കെ കിട്ടും. എല്ലാ ഊടുവഴി കൂടെ പോവുകയും ചെയ്യും. അപ്പോൾ തിരിച്ച് റൂമിൽ വന്ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് വേറെ ശിക്കാര എടുക്കാമെന്ന് ഓർത്തു. നമ്മളിപ്പോ മീന ബസാർ എന്നൊരു ഏരിയയിലേക്കാണ് വന്നേക്കുന്നത്. ഇവിടെ തോടിന്റെ സൈഡിൽ ഇങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പലതും തുറന്നു വരുന്നേ ഉള്ളൂ. നമ്മളൊരു ഷോപ്പിൽ നിർത്തി അവിടുന്ന് ഒരു റൊട്ടി മേടിച്ചു. ഇവിടെ ഉള്ളവരുടെ പ്രധാന ഫുഡാണ് ഈ റൊട്ടി. നല്ല കട്ടിയുള്ളതാണെങ്കിലും അതിൽ ബട്ടറൊക്കെ തേച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഒരെണ്ണത്തിന് 10 രൂപയുള്ളൂ. ബട്ടർ തേച്ച് മേടിച്ചാൽ 15 രൂപ. ഇവിടെ ഇതുപോലെ ഒരുപാട് കടകളുണ്ട്. കാശ്മീരി ഷോളും പശ്മീനിയും ഡ്രസ്സും ഒക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്സ് തന്നെയാണ് കൂടുതലും. ഇവിടെയൊക്കെ പിന്നെ എന്ത് മേടിക്കണമെങ്കിലും നന്നായിട്ട് വില പേശേണ്ടി വരും. നമുക്കങ്ങനെ കാര്യമായിട്ട് പർച്ചേസിംഗ് പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കടകളിലൊന്നും കയറിയില്ല. അല്ല, ഷോപ്സ് ഒക്കെ തുറക്കാൻ സമയമായിട്ട് വരുന്നേ ഉള്ളൂ. ഇത് ശുക്കാർ എന്നൊരു പക്ഷിയാണ്. നമ്മുടെ കാടയുടെ ഷേപ്പ് പോലെ നല്ല ഭംഗിയുള്ളൊരു പക്ഷി. ഈ ഹിമാലയൻ ഏരിയയിലും അറേബ്യൻ കൺട്രീസിലൊക്കെയാണ് ഇവരെ കൂടുതലായിട്ട് കാണാറ്. ഇതിന്റെ സൗണ്ടിൽ നിന്നാണ് ഈ ശുക്കാർ എന്നുള്ള പേര് വന്നത്. ഇത് ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസാണ്, ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ്. ഒരു ഹൗസ് ബോട്ട് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് ആക്കി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ റൂമിലെത്തി ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് നേരെ ശിക്കാരയിലേക്ക് കയറുകയാണ്. ഏകദേശം 2 മണിക്കൂറോളം ഇനി ഡാൽ ലേക്കിലെ ചെറിയ സ്ഥലങ്ങളിലൂടെ കറങ്ങി ഓൾഡ് ടൗൺ വരെ പോകാനാണ് പ്ലാൻ. പിന്നെ നിങ്ങൾ ഇനി കാശ്മീർ പാക്കേജ് എടുക്കുമ്പോൾ ഡാൽ ലേക്കിലുള്ള ഹൗസ് ബോട്ട് സ്റ്റേ ഉണ്ടല്ലോ എന്ന് ഉറപ്പാക്കണം കേട്ടോ. അത് മാത്രമല്ല, മിനിമം 1 അവറെങ്കിലും ശിക്കാര റൈഡ് പാക്കേജിൽ ഉണ്ടെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കാതെ നമുക്ക് കറങ്ങാം. കൂടുതൽ കറങ്ങണം തോന്നിയാൽ മാത്രം നമ്മൾ ശിക്കാര വേറെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ പ്രായമായ മുഹമ്മദ് എന്നൊരാളുടെ ശിക്കാരയിലാണ് നമ്മൾ കയറിയത്. പുള്ളിക്കാരൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ തടാകമാണെങ്കിലും അതിനിടയിലും കുറെ വീടുകളുണ്ട്. ആ വീടുകളോട് ചേർന്നിട്ടുള്ള ചെറിയ സ്ഥലങ്ങളിൽ കൃഷിയുണ്ട്. അത്ര अभी बनाते हैं, फिर यहाँ से वो सब्जी बनाता है, ऑल बनाता है, करेला बनाता है. ഉരുളക്കിഴങ്ങും ക്യാരറ്റും കടുകും അടക്കം മിക്ക പച്ചക്കറികളും ഇവിടെ തന്നെ ഇവർ കൃഷി ചെയ്യാറുണ്ടെന്ന്. ഇങ്ങനെ ഇവിടുന്ന് പറിച്ചുകൊണ്ടുവരുന്നതാണ് നമ്മൾ രാവിലെ കണ്ട ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ പ്രധാന കച്ചവടം. ഇത് ഒരു ശിക്കാര പണിയുന്ന വർക്ക്ഷോപ്പാണ്. അതിനകത്ത് ഒരു ശിക്കാര പണി തീരാറായി കിടക്കുന്നത് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങി. അല്ലെങ്കിലും മഴ വന്നു കഴിഞ്ഞാൽ പ്രകൃതിക്കൊരു സ്പെഷ്യൽ ഭംഗിയാണ്. പ്രകൃതി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റുന്നത് മൺസൂൺ സീസണിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നനഞ്ഞ കോഴി എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നനഞ്ഞ താറാവിരിക്കുന്നു. ഈ കറുപ്പും വെളുപ്പുമുള്ള താറാവ് പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു പൊന്മാൻ അടുത്ത് തന്നെയുണ്ട്. പൈറ്റ് കിങ്ഫിഷർ എന്ന പുള്ളി മീൻകൊത്തി. കേരളത്തിലും ഈ പുള്ളി മീൻകൊത്തി ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഇതിനെ ആദ്യമായിട്ട് കാണുന്നത്. കുളത്തിന്റെയും പുഴയുടെ ഒക്കെ മുകളിൽ ഒരു സ്ഥലത്ത് തന്നെ കുറെ നേരം ചിറകടിച്ച് വായുവിൽ നിന്നിട്ട് പിന്നെ വെള്ളത്തിലേക്ക് കൂപ്പ് കുത്തി മീനെ പിടിക്കലാണ് ആശാന്റെ രീതി.
ഇനി ഈ കാശ്മീരിലേക്ക് വരുന്നവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പ്രീപെയ്ഡ് സിം ഒന്നും വർക്ക് ചെയ്യില്ല കേട്ടോ. ഒന്നുകിൽ നാട്ടിൽ നിന്ന് തന്നെ സിം പോസ്റ്റ് പെയ്ഡ് ആക്കണം, അല്ലെങ്കിൽ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നമുക്ക് സിം മേടിക്കാൻ പറ്റും. ഇവിടുന്ന് മേടിക്കുന്ന പ്രീപെയ്ഡ് സിം ഒക്കെ ഇവിടെ വർക്കാവും. കാശ്മീർ മാത്രമല്ല, ലഡാക്കും അങ്ങനെ തന്നെയാണ്. ഇതാണ് പാതിരാക്കൊക്ക്. പകൽ സമയത്ത് മൊത്തം മരത്തിന് മുകളിലൊക്കെ ഇരുന്ന് വിശ്രമിച്ച് സന്ധ്യ ആകുമ്പോഴാണ് ഇവർ ഇര തേടാൻ സാധാരണ ഇറങ്ങാറ്. അതുകൊണ്ട് പകൽ ഇവരെ ഇങ്ങനെ കാണാൻ കിട്ടാറില്ല. നമ്മുടെ നാട്ടിലും ബാക്ക് വാട്ടർ ഏരിയയിലൊക്കെ ഈ പാതിരാക്കൊക്ക് ഉണ്ടാവാറുണ്ട്. ഇനി കുറച്ചു നേരം മഴയുടെ സൗണ്ട് ഒന്ന് കേട്ടാലോ. ഹെഡ്ഫോൺ വെച്ചാൽ ഒന്നും കൂടെ ബെറ്റർ റിസൾട്ട് ആയിരിക്കും. ഈ വീട് 100 വർഷം കഴിഞ്ഞാണത്രേ. ഈ ഏരിയയിലുള്ള ആദ്യത്തെ വീട് ഇതായിരുന്നു. ഈ ഫുൾ ടൈം വെള്ളത്തോട് ചേർന്ന് നനഞ്ഞു കിടക്കുന്ന ഈ സ്ഥലത്ത് 100 വർഷമൊക്കെ എങ്ങനെയാണാവോ കേടുകൂടാതെ ഒരു വീട് നിൽക്കുന്നത്? പിന്നെ ഒരു ശിക്കാര റൈഡ് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ആ 1 മണിക്കൂർ റൈഡിൽ ഡാലിലേക്ക് ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. 1 മണിക്കൂറും കൂടെ എക്സ്ട്രാ എടുക്കണം. എന്നാലാണ് ഇതുപോലെ വേറെ അധികം ശിക്കാരകളും തിരക്കുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇത് കൊളക്കോഴിയുടെ ഇനത്തിൽപ്പെട്ട മൂർഹൻ എന്ന പക്ഷിയാണ്. ഇന്ത്യയിൽ ഇവര് ഈ കാശ്മീർ ഏരിയയിലാണ് കൂടുതലും കാണാറ്. കടുക് ചെടിയുടെ ഇലയാണ് ഈ കൊത്തി തിന്നുന്നത്. ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ് കേട്ടോ ഈ കടുക്. നമ്മുടെ നാട്ടിലെ കൊളക്കോഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ചുമന്ന കളറുള്ള കൊക്കും കറുത്ത തൂവലും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇനി കാശ്മീർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ എല്ലാ ആക്ടിവിറ്റീസിനും ടിപ്പ് കൊടുക്കണം എന്നൊരു ഏർപ്പാടുണ്ട്. നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവർ ചോദിച്ച് മേടിക്കും. അതുകൊണ്ട് അതും കൂടെ നമ്മുടെ എക്സ്പെൻസിന്റെ കൂടെ കണക്കാക്കണം. അതുപോലെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡ്രൈവർ നിർത്തുന്ന സ്ഥലത്തു നിന്ന് മാത്രം മേടിക്കരുത്. ആ ഷോപ്പിന്റെ ഗൂഗിൾ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു സാധനം വില പേശി അവസാനം നല്ല റേറ്റിന് നമുക്ക് വാങ്ങാൻ പറ്റിയെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അടുത്തൊരു കടയിൽ അതിന്റെ പകുതി വില. സോ പറ്റിക്കപ്പെടാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. ഡ്രൈവേഴ്സൊക്കെ മിക്കവാറും കമ്മീഷൻ കിട്ടുന്ന ഷോപ്പിലെ വണ്ടി നിർത്താറുണ്ട്. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഫുള്ള് പച്ചപ്പായിരിക്കുന്ന ഈ ഡാലിലേക്ക് മൊത്തം വെള്ളയായിരിക്കുന്ന സമയമാണ് ഡിസംബറും ജനുവരിയൊക്കെ. ആ സമയത്ത് സ്നോ വീഴുമ്പോൾ ഇവിടെ ശിക്കാര റൈഡിന്റെ ഒക്കെ വീഡിയോ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. സ്നോഫോളൊക്കെ നല്ല ഭംഗിയാണെങ്കിലും ഈ മഴയുടെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇനി നിങ്ങൾ കാശ്മീർ പാക്കേജ് ഒക്കെ എടുത്ത് ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്രീം ഓയിൽ പോലെയുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. ഫ്ലൈറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് വന്ന് ഇറങ്ങുന്നതുകൊണ്ട് ആ പാക്കിനകത്ത് വായു കംപ്രസ് ആയിട്ട് എല്ലാം പൊട്ടി ഒലിക്കും. ഞങ്ങളുടെ ഹെയർ ഓയിലും മോയ്സ്ചറൈസിങ് ക്രീമും ഒക്കെ ബാഗിലിരുന്ന് പൊട്ടിപ്പോയായിരുന്നു. ഈ സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാതിരിക്കുന്നതാണ് സേഫ്. എന്നാൽ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ ഈ പ്രശ്നമില്ല കേട്ടോ. നമ്മൾ ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴത്തേക്കും ഇവിടെ മീന ബസാറിൽ ഷോപ്പൊക്കെ ഓപ്പൺ ആയി. ഒരുപാട് ടൂറിസ്റ്റുകളും വരാൻ തുടങ്ങി. നമുക്ക് എന്തായാലും പർച്ചേസിംഗ് പ്ലാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കടകളിലൊന്നും കയറാതെ നേരെ മെയിൻ റോഡിലേക്ക് പോവാണ്. നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ ഇന്നലെ കണ്ട പഹൽഗാമിൽ നിന്ന് നമ്മൾ ഈ ഡാൽ ലേക്കിലേക്ക് വരുന്ന വഴിക്ക് കുറച്ച് ഗാർഡൻസ് ഒക്കെ ഉണ്ട് കാണാൻ. അതിൽ തുലിപ് ഗാർഡൻ ആണ് മെയിൻ. പക്ഷെ അത് വർഷത്തിൽ 1 മാസം ഓപ്പൺ ആവുള്ളൂ. ഞങ്ങൾ വന്നതിന്റെ 4 ദിവസം മുമ്പാണ് തുലിപ് ഗാർഡൻ ക്ലോസ് ചെയ്തത്. ബാക്കി ഗാർഡൻസിൽ ഒരെണ്ണത്തിൽ ഞങ്ങൾ കയറിയെങ്കിലും എനിക്കത് അത്ര അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. അങ്ങനെ കാത്തു നിന്ന വണ്ടി കയറി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്, സോൻമർഗ്. കാശ്മീരിൽ സ്നോ കിട്ടാൻ ഏറ്റവും സാധ്യത കൂടിയ സ്ഥലം എന്നാണ് സോൻമർഗ് അറിയപ്പെടുന്നത്. അവിടുന്ന് പിറ്റേന്ന് കാർഗിൽ പോകുന്നതാണ് പാക്കേജ്. ഡാൽ ലേക്കിൽ നിന്ന് 80 കിലോമീറ്റർ ആണ് സോൻമർഗ് വരെയുള്ള ദൂരം.
ഈ സോൻമാർഗിലേക്കുള്ള റോഡ് കണ്ടോ, എത്ര നന്നാക്കിയാലും അടുത്ത മഞ്ഞുകാലത്ത് പൊളിയാനുള്ളതാണ് ഇതൊക്കെ. ഈ റോഡിൽ മിക്കവാറും ഇങ്ങനെ വഴി മോശമായിരിക്കും. റോഡ് സൈഡിലൊക്കെ നോക്കിയാൽ മോളിൽ നിന്ന് ഇങ്ങനെ ഐസ് ഒലിച്ചിറങ്ങിയിരിക്കുന്നതും കാണാം. അവലാഞ്ചി എന്നാണ് ഇതിനെ പറയുക. ഇതൊക്കെ റോഡിലേക്ക് ഒലിച്ചിറങ്ങുമ്പോൾ BRO ആണ് അതൊക്കെ മാറ്റി റോഡ് ക്ലിയർ ചെയ്യുന്നത്. വെൽക്കം ടു സോൻമാർഗ്. നമ്മൾ സോൻമാർഗിലെത്തി. ഇവിടെ തജുവാസ് ഗ്ലേസിയർ എന്നൊരു സ്ഥലത്തേക്കുള്ള കുതിര സഫാരിയാണ് മെയിൻ അട്രാക്ഷൻ. മഴയായിരുന്നുകൊണ്ട് കൂടുതൽ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. 2 ടീമിനോട് വില പേശി പെർ ഹെഡ് 2000 രൂപയ്ക്ക് 2 കുതിരയെ വാങ്ങി. ആക്ച്വലി ഇതും കൂടുതലാണ്, പക്ഷെ തിരക്കുള്ള സമയത്ത് ഇവർ കുറയ്ക്കില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ നമ്മുടെ ഷൂ ചെളിയാവും എന്ന് പറഞ്ഞിട്ട് 2 ആൾക്കും കൂടെ ഓരോ ജോഡി ഷൂവും ഇവർ ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ഗുൽമർഗിൽ നമ്മൾ ഐസ് ഫുള്ള് മൂടിക്കിടക്കുന്നത് കണ്ടതാണല്ലോ. പക്ഷെ ഇവിടെ ആ ഒരു സ്റ്റൈലേ അല്ല. മഞ്ഞുണ്ട്, എന്നാൽ ഒരുപാട് മരങ്ങളും ഉണ്ട്. പിന്നെ മഴയും ചെളിയൊക്കെ ആയതിൻ്റെ ആയിരിക്കും ഒരു ഫ്രഷ് ഫീലൊന്നും ഇല്ല മഞ്ഞിന്. എന്തായാലും 1 മണിക്കൂർ കൊണ്ട് മുകളിൽ എത്താറായി. ഇവിടെ എത്തിയപ്പോൾ സ്നോ വീണ് കുറച്ച് ഏരിയയൊക്കെ വെള്ള കളറിൽ തന്നെയാണ് കിടക്കുന്നത്. ആക്ച്വലി 2 ദിവസം മുമ്പ് കംപ്ലീറ്റ് സ്നോ ആയിരുന്നു അത്രേ. ഇന്ന് മൊത്തം മഴയായിരുന്നുകൊണ്ട് കുറേ സ്നോ ഒക്കെ പോയതാ. فول لگه هش لگه فول جوانا هش جوانا فول کار هش جوانا. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി ഇങ്ങനെ പലകപ്പുറത്ത് ഇരുത്തി വലിച്ചുകൊണ്ട് മുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഉരുസി ഇറങ്ങിപ്പോരും. പണ്ടത്തെ നാറാണത്ത് ഭ്രാന്തന്റെ പരിപാടി തന്നെ. ഞാനും ഒന്ന് ട്രൈ ചെയ്തു. ഒട്ടും സുഖം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, ഈ പലക കല്ലിലൊക്കെ തട്ടുമ്പോൾ നടുവിന് നല്ല സുഖമാണ്. സോൻമർഗിലേക്ക് എപ്പോൾ വന്നാലും ഫുള്ള് തിരക്കായിരിക്കും. ശ്രീനഗറിൽ നിന്ന് 2 മണിക്കൂറേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് മിക്ക സഞ്ചാരികളും മിസ്സാക്കാതെ വരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് എപ്പോൾ വന്നാലും ഇവിടെ തിരക്ക്. അല്ല, ആൾക്കാർ വെറുതെ വരികയല്ല, ഇവിടെ കാണാനും നല്ല ഭംഗിയാണ്. ഈ കാണുന്ന വീടൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ആട്ടിടയന്മാരുടെ വീടാണ്. 8-10 വീടുകളൊക്കെ ഉള്ള ഒരു കോളനി തന്നെയുണ്ട് ഇവിടെ. ഇനി മഞ്ഞുകാലം കഴിയുമ്പോഴാണ് ഇവർ തിരിച്ച് ഈ വീട്ടിലേക്ക് വരിക. ഇവിടെ മഞ്ഞൊക്കെ കുറഞ്ഞ് മഴയൊക്കെ പെയ്തു തുടങ്ങിയതുകൊണ്ട് സ്നോ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് തിരിച്ചിറങ്ങി സോനമർഗിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന സ്ഥലത്ത് റൂമിലെത്തി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഫുള്ള് സ്നോ വന്ന് മൂടിയേക്കുന്നു. ഇന്നലെ ഇങ്ങോട്ട് വന്ന സമയത്ത് സ്നോ ഇല്ലാതെ ഫുള്ള് ക്ലിയർ ആയി കിടന്ന സ്ഥലമാണിത്. ഫ്രണ്ടിലുണ്ടായിരുന്ന വണ്ടികളൊക്കെ കണ്ടോ? ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സ്നോഫാൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് കാണുന്നത്. ഏതോ ഒരു യൂറോപ്യൻ കൺട്രി ആണെന്ന് തോന്നിപ്പോകും ഇതൊക്കെ കണ്ട. സോൻമർഗ് ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. എങ്ങോട്ട് നോക്കിയാലും ഫുള്ള് വെള്ളം പൊതിച്ച് നിൽക്കുന്നു. നമ്മുടെ റിസോർട്ടിന്റെ നേരെ മുമ്പിൽ ഒരു ചെറിയ പുഴയുണ്ട്. അതിന്റെ വക്കത്തൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് എല്ലാ സ്ഥലവും. അപ്പോൾ ഞങ്ങൾ വന്ന് മഞ്ഞ് കൊള്ളാൻ ഇറങ്ങി. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മഞ്ഞ് ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ അടുത്ത കാലത്തൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. കൊതി തീരെ സ്നോഫാൾ ആയിരുന്നു 1/2 മണിക്കൂറോളം. ഞങ്ങൾ മാത്രമല്ല, ഇവിടെ റിസോർട്ടിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരും ഒക്കെ മഞ്ഞത്തേക്ക് ഇറങ്ങി കളിക്കുകയായിരുന്നു. ഈ വർഷം ആദ്യമായിട്ടാണ് അത്ര ഇത്രയും കട്ടിയായിട്ട് സ്നോ പെയ്യുന്നത്. അതും പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് നല്ല തണുപ്പും കുളിരും ഒരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ ഈ സ്നോഫാള്. നമ്മൾ ഒരു ദിവസം സോൻമാർഗ് സ്റ്റേ ചെയ്ത് ഇന്ന് ഇവിടുന്ന് കാർഗിൽ പോകാനായിരുന്നു നമ്മുടെ പ്ലാൻ. കാശ്മീരിൽ നിന്ന് ലഡാക്ക് പോകുന്ന വഴിക്കാണ് ഈ കാർഗിൽ. ആ റൂട്ടിൽ സോജില പാസ് എന്നൊരു ചുരമുണ്ട്. മിക്കവാറും അവിടെ മഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് കാലാവസ്ഥ മോശമാണെങ്കിൽ 1 സൈഡ് ട്രാഫിക് മാത്രമാണ് അലോ ചെയ്യാറുള്ളൂ. ഇന്ന് കാർഗിലിൽ നിന്ന് ശ്രീനഗർ ഏരിയയിലേക്കും നാളെ ഇവിടുന്ന് അങ്ങോട്ടുമാണ് ട്രാഫിക്. സോ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് കാർഗിലിലേക്ക് പോണേ.
മഞ്ഞിൽ മുങ്ങി നിൽക്കുന്ന റോഡും വീടുകളും വണ്ടികളും ഒക്കെ കണ്ടോ. സംഭവം കാണാൻ നല്ല ഭംഗിയുള്ളെങ്കിലും ഇവിടെയുള്ളവർക്ക് അത്ര സുഖമുള്ള ഒരു സംഭവമല്ല ഈ സ്നോഫോൾ. നല്ല 4x4 വണ്ടി ഇല്ലെങ്കിൽ ഈ മഞ്ഞിൽ വണ്ടിയൊക്കെ സ്കിഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ റോഡിലൊക്കെ നല്ല കട്ടിക്ക് സ്നോ വന്ന് മൂടിയാൽ അത് റിമൂവ് ചെയ്യുന്ന വണ്ടി വന്ന് ക്ലിയർ ചെയ്താലേ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ പുറമെ നല്ല തണുപ്പും. ഇതാണ് സോൻമർഗ് എന്ന സ്ഥലത്തിന്റെ വ്യൂ. ആ ഒരു പുഴ ഒഴികെ എല്ലായിടത്തും സ്നോ വന്ന് മൂടിയിരിക്കുക. പിന്നെ നമ്മുടെ ഈ ട്രിപ്പ് കശ്മീർ മാത്രമല്ല കേട്ടോ. ഇവിടുന്ന് നാളെ കാർഗിൽ പോയാൽ അവിടുന്ന് പിന്നെ നേരെ ലഡാക്കാണ് പ്ലാൻ. അത് ട്രിപ്പ് ആൻഡ് ടോൾഡിന്റെ പാക്കേജ് അല്ല, ലഡാക്കിലെ കേരള ഹൗസിന്റെ പാക്കേജിൽ നിന്നാണ് പോയത്. പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ ട്രിപ്പ് ആൻഡ് ടോൾഡ് വലിയ ബാച്ച് ആയിട്ടുള്ള പാക്കേജ് കൊണ്ടുപോകാതെ ഓരോ ഫാമിലിക്കും ട്രിപ്പ് സ്പെഷ്യലായിട്ട് ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് ഇവരുടെ നോർമൽ പാക്കേജ് അല്ലാതെ നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. സോ നമുക്ക് വേണ്ടാന്ന് തോന്നുന്ന സ്ഥലങ്ങൾ റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ പാക്കേജ് ഡീറ്റെയിൽസിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള അവരുടെ വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. അങ്ങനെ നല്ലൊരു സ്നോഫോൾ കഴിഞ്ഞ് പിറ്റേന്ന് നല്ല വെയിൽ വന്നപ്പോൾ അതൊക്കെ ഉരുകി തുടങ്ങി. മലമുകളിലെ മരങ്ങളിലും പാറയിലും ഒക്കെ മാത്രമായിട്ട് മഞ്ഞ് നിൽക്കുന്ന കണ്ടോ. സ്നോഫോൾ കഴിഞ്ഞാൽ ഇങ്ങനെ വെയിൽ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോയ ആരുവാലിയൊക്കെ എയർ ഡിസ്റ്റൻസ് ഒരു 10-15 കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന്. പക്ഷെ ഈ വലിയ മലയുടെ അപ്പുറത്തായതുകൊണ്ട് 100-150 കിലോമീറ്റർ കറങ്ങി ശ്രീനഗർ വഴി ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നലെ കുതിരപ്പുറത്ത് പോയ തജ്വാസ് ഗ്ലേസിയർ വഴി ട്രെക്കിംഗ് റൂട്ടൊക്കെ ഉണ്ട് ഈ സോൻമർഗ് ആരുവാലിയിലേക്ക്. ഈ സോൻമർഗിൽ വെച്ച് 3 മലയാളികളെ കണ്ടു. കേരളത്തിൽ നിന്ന് തന്നെ ബൈക്ക് ഓടിച്ചു വന്ന ലിജോയും സാമും പിന്നെ ലഡാക്കിൽ വർക്ക് ചെയ്യുന്ന അനന്തും. നാളെ റോഡ് ഓപ്പൺ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇവരും. ഇന്നിനി വേറെ പരിപാടിയൊന്നും ഇല്ലാതിരിക്കുകയായതുകൊണ്ട് എല്ലാവരും കൂടെ ഇവരുടെ ബൈക്കും എടുത്ത് വെറുതെ ഒന്ന് കറങ്ങാനിറങ്ങി. ഹെൽമെറ്റ് എവിടെയെന്ന് ചോദിക്കരുത്. നമ്മൾ ബൈക്ക് റൈഡൊക്കെ പ്ലാൻ ചെയ്ത് വന്നതല്ലാത്തതുകൊണ്ട് ഹെൽമെറ്റ് നമ്മുടെ കയ്യിലില്ല. പിന്നെ അധിക ദൂരമൊന്നും പോയിട്ടില്ല. ഈ സോൻമാർഗിൽ തന്നെ ചില സ്ഥലത്ത് കൂടെ ഒന്ന് കറങ്ങിയെന്ന് മാത്രം. സ്നോ ഒക്കെ പോയി വെയിൽ വന്നെങ്കിലും തണുപ്പിനൊരു കുറവില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കറങ്ങി പിറ്റേ ദിവസം ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആയത്. ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞ് കാർഗിൽ എത്തിയപ്പോഴത്തേക്ക് രാത്രിയായി. ട്രാഫിക് ഉണ്ടാവാനുള്ള കാരണം പോകുമ്പോഴാണ് പിടികിട്ടിയത്. ഇത്രയും ഉയരത്തിൽ സ്നോഫോൾ വന്നപ്പോൾ അത് ക്ലിയർ ചെയ്ത് വഴി ഓപ്പൺ ആക്കാനാണ് ഇത്രയും ടൈം എടുത്തത്. മിലിറ്ററിയുടെ അണ്ടറിലുള്ള BRO ആണ് ഇവിടുത്തെ റോഡിന്റെയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യുന്നത്. മലയുടെ മോളിൽ നിന്നൊക്കെ മഞ്ഞുരുകി വന്നത് എത്ര കട്ടിയിലാണെന്ന് കണ്ടോ. ഈ സോജില പാസ് എന്ന ചുരത്തിലാണ് ഇങ്ങനെ സ്നോഫാൾ വന്ന് വഴി ബ്ലോക്ക് ആവുക. ഈ ചുരം ഒഴിവാക്കിയിട്ട് ഒരു ടണലിന്റെ പണി ഇപ്പൊ നടക്കുന്നുണ്ട്. അത് ഓപ്പൺ ആവുന്നതോടെ ഈ റൂട്ടിലുള്ള ട്രാവലിംഗ് റെസ്ട്രിക്ഷൻസ് ഒക്കെ മാറും. ഇനി 3-4 വർഷമെങ്കിലും എടുക്കും ആ സോജില ടണൽ പൂർത്തിയാവാൻ. അങ്ങനെ രാത്രിയായപ്പോൾ നമ്മൾ കാർഗിലിന്റെ അടുത്ത് ദ്രാസിൽ വന്ന് സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ വാർ മെമ്മോറിയൽ കാണാൻ പോവാണ്. 1999 പാകിസ്ഥാൻ സൈന്യം ശ്രീനഗറിൽ നിന്ന് കാർഗിലും ലേയും ഒക്കെ പോകുന്ന ഈ റോഡ് പിടിച്ചെടുത്ത് ആധിപത്യം സ്ഥാപിച്ചപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ ഇന്ത്യ യുദ്ധം ചെയ്ത് ആ സ്ഥലങ്ങളൊക്കെ തിരിച്ചു പിടിച്ചതിന്റെ ഓർമ്മയ്ക്കാണ് ഈ യുദ്ധസ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഒരു മ്യൂസിയമാണ് പ്രധാന അട്രാക്ഷൻ. യുദ്ധത്തിൽ പാകിസ്ഥാൻ മിലിറ്ററിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത തോക്കും ആയുധങ്ങളും അവരുടെ ID കാർഡ് അടക്കമുള്ള സാധനങ്ങൾ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ റിനോവേഷന് വേണ്ടി മ്യൂസിയം ഒരാഴ്ചയായിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഈ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെയൊക്കെ പേരുവിവരങ്ങൾ ഇങ്ങനെ വലിയ പിച്ചള ഫലകത്തിൽ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. 2014 സ്മാരകം നിർമ്മിച്ചത്. 527 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ച ഈ യുദ്ധത്തിൽ പക്ഷെ പാകിസ്ഥാൻ ഇതുവരെ അവരുടെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല.
ആ കാണുന്ന ടൈഗർ ഹിൽ എന്ന് പേരുള്ള ഉയരമുള്ള മല ഈ യുദ്ധത്തിലെ ഒരു പ്രധാന സ്ഥലമായിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിന്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചതാണ് ആ ടൈഗർ ഹിൽ എന്ന മല. അപ്പോൾ നമ്മൾ കാർഗിൽ വാർ മെമ്മോറിയൽ കണ്ട് നേരെ ലഡാക്കിലേക്കാണ് പോണത്. ഭൂമിയിലെ സ്വർഗം കാശ്മീരാണെങ്കിൽ ലഡാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു ഗ്രഹത്തിലെത്തിയ പോലെയാണ്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്ഥലം. ഈ കാണുന്നതാണ് കാർഗിൽ ടൗൺ. 2 മലകളുടെ ഇടയിലുള്ള ഒരു താഴ്വര. 1,200 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ കാർഗിലിൽ നിന്ന് ലേ എത്താൻ. ലഡാക്കിൽ എത്തുന്നത് മുതലാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് എന്നുള്ളതുകൊണ്ട് അധികം വൈകാതെ വെൽക്കം ടു ലേ ലഡാക്ക്. ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ലേ. അങ്ങനെ നമ്മൾ റൂമിലെത്തി റെസ്റ്റ് എടുത്ത് 2ാമത്തെ ദിവസം മുതലാണ് യാത്ര തുടങ്ങുന്നത്. ആക്ച്വലി നമ്മൾ ലഡാക്കിലെത്തിയ ഒരു ഫുൾ ഡേ എങ്കിലും മിനിമം റെസ്റ്റ് എടുക്കണം, എന്നാലേ നമ്മുടെ ബോഡി ഈ ഹൈ ആൾട്ടിറ്റ്യൂഡുമായിട്ട് സെറ്റ് ആവുള്ളൂ. നമ്മളപ്പോൾ ഇന്നലെ ലേയിലെത്തി, ഇന്നും റെസ്റ്റാണ്, നാളെ മുതലാണ് യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് ഫുൾ ഫ്രീ ആയതുകൊണ്ട് ഒന്ന് ബൈക്ക് എടുത്തിട്ട് ഈ ലേ ഏരിയയൊക്കെ ഒന്ന് ചെറുതായിട്ട് കറങ്ങാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ ലേ എയർപോർട്ടാണ്. ഇന്ത്യയുടെ ഒരു അറ്റത്തുള്ള നമുക്ക് മറ്റേ അറ്റത്തുള്ള ലഡാക്കിലെത്താൻ ഏറ്റവും നല്ല മാർഗം ഈ എയർപോർട്ട് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എയർപോർട്ട് എന്ന പ്രത്യേകതയുള്ള ഈ എയർപോർട്ടിൽ ഫ്ലൈറ്റ് വന്ന് ഇറങ്ങുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. ഡൽഹി വഴിയുള്ള കണക്ഷൻ ഫ്ലൈറ്റ് ആണ് നമുക്ക് കൊച്ചിയിൽ നിന്ന് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇന്ന് ഈ ബൈക്കിൽ പോകുന്നത് ഒരു പ്രത്യേക ഡെസ്റ്റിനേഷൻ വെച്ചുള്ള യാത്രയൊന്നും അല്ല കേട്ടോ. നമ്മൾ സ്റ്റേ ചെയ്യുന്ന കേരള ഹൗസിൽ റെന്റ് എ ബൈക്ക് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അവരുടെ നിന്ന് ഒരു ഹിമാലയൻ എടുത്ത് ഹിമാലയ മലനിരകളിൽ കൂടെ കുറച്ച് ദൂരം പോയിട്ട് വരാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. ഫസ്റ്റ് നമ്മൾ ഈ ലഡാക്ക് ട്രിപ്പിൽ കറങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഏതൊക്കെയാന്ന് പറഞ്ഞുതരാം. ആദ്യം ഈ ലഡാക്കിൽ നിന്ന് തുടങ്ങി വേൾഡ് ഹയസ്റ്റ് മോട്ടറബിൾ റോഡായിരുന്ന കർദുംഗ്ല പാസിൽ ചെന്ന് അവിടുന്ന് നുബ്രാവാലിയും തുർത്തുക്കും പാങ്കോങ്ങിലേക്കും ഒക്കെ വഴി ഹാൻലെ വരെ പോയി ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റോഡായ ഉംലുംഗ്ല പീക്ക് വരെ ചെന്ന് പുഗാവാലി വഴി തിരിച്ചു വരുന്നതാണ് 5-6 ദിവസം എടുക്കുന്ന ഈ ലഡാക്ക് ട്രിപ്പിന്റെ റൂട്ട്. ശരിക്ക് ഇതെന്റെ ആദ്യത്തെ ലഡാക്ക് ട്രിപ്പ് അല്ല. 2017 എൻ്റെ ഫ്രണ്ട് സലീമിന്റെ കൂടെയാണ് ആദ്യമായിട്ട് ലഡാക്കിലേക്ക് ബൈക്കിൽ വരുന്നത്. ആശാനിപ്പോൾ ദുബായിലായതുകൊണ്ട് വർഷത്തിലൊന്ന് നാട്ടിൽ വരുമ്പോൾ മാത്രമേ ഒരുമിച്ച് ഞങ്ങൾക്ക് ട്രിപ്പ് പോകാൻ പറ്റാറുള്ളൂ. അന്ന് സലീമിന്റെ കൂടെ വന്നപ്പോൾ ഈ സ്ഥലത്തുനിന്ന് ഒരു ഫോട്ടോ എടുത്തായിരുന്നു. ഇതാണ് ആ ഫോട്ടോ. 7 വർഷം മുമ്പത്തെ അതേ സ്ഥലത്ത് വീണ്ടും. അന്ന് ലഡാക്കിൽ വന്നപ്പോൾ എടുത്തൊരു ഫോട്ടോയുടെ വേറൊരു രൂപമാണ് നമ്മുടെ ചാനലിലെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഇപ്പോഴും കിടക്കുന്നത്. കശ്മീരിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണെങ്കിലും അവിടുത്തേന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലമാണ് ഈ ലഡാക്ക്. ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന റോഡും കംപ്ലീറ്റ് ഡ്രൈ ആയ ഒരു കാലാവസ്ഥയാണ് ഇവിടെ എല്ലാ സ്ഥലത്തും. ലഡാക്കിലെ എല്ലാ സ്ഥലങ്ങളും സീ ലെവലിൽ നിന്ന് ഒരുപാട് ഉയരത്തിലുള്ള ഏരിയ ആയതുകൊണ്ട് ഓക്സിജന്റെ അളവ് തീരെ കുറവാണെന്നുള്ള ഒരു മെയിൻ പോയിന്റ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനുള്ള മുൻകരുതലുകളൊക്കെ എടുക്കണം. പ്രധാന കാര്യങ്ങളൊക്കെ വഴിയെ പറഞ്ഞുതരാം. പിന്നെ കശ്മീരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ടൂറിസ്റ്റുകളുടെ തള്ളലില്ല എന്നുള്ളതാണ്. എവിടെ നോക്കിയാലും ഇങ്ങനെ വിജനമായിട്ടുള്ള റോഡുകൾ തന്നെയാണ് കാണുക. അതുകൊണ്ട് തന്നെ ഒരു പീസ്ഫുൾ ആംബിയൻസ് നമുക്ക് എല്ലായിടത്തും ചെന്നാലും ഫീൽ ചെയ്യും. കശ്മീർ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സൂര്യന് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലായതുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം. അത് ഫുൾ ടൈം ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് നല്ല ബ്രാൻഡഡ് ഗ്ലാസ് തന്നെ വെച്ച് നോക്കി കറക്റ്റ് സൈസ് അല്ലേ, ടൈറ്റ് ആയിട്ട് ചെവിയുടെ മുകളിൽ വേദനയൊന്നും വരില്ലല്ലോ എന്നൊക്കെ കൺഫേം ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെ കുറച്ച് ദൂരം മുമ്പിലേക്ക് പോയി ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ചെറിയ വാട്ടർഫോൾ. നമ്മുടെ നാട്ടിലൊക്കെ മഴക്കാലത്ത് പുഴയിലൊക്കെ കൂടുതൽ വെള്ളം വരുമ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ്. മഞ്ഞുകാലം കഴിഞ്ഞ് വേനൽക്കാലം ആകുമ്പോഴാണ് മഞ്ഞുരുകി ഇങ്ങനെ അരുവികളും പുഴകളും ഒക്കെ നിറയുക.
പിന്നെ വേറൊരു പ്രത്യേകത ഇവിടെ മഴയില്ല എന്നുള്ളതാണ്. മഴയ്ക്ക് പകരം മഞ്ഞാണ് പെയ്യാറുള്ളത്. വളരെ റെയറായിട്ട് ഒരു ദിവസവും മറ്റോ ആണ് കഴിഞ്ഞ വർഷം മഴ പെയ്തത്. വിന്ററും സമ്മറും മാത്രമാണ് ലഡാക്കിലുള്ളൂ. മൊത്തം ഡ്രൈ ആയി കിടക്കുന്ന ലഡാക്കിന്റെ മണ്ണിൽ ഇതേ കുറച്ച് പച്ചപ്പ്. ഇങ്ങനെ കർഷകർ കൃത്രിമമായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന പച്ചപ്പാണ് ഇവിടെ ഉള്ളത്. നോർമലി മരങ്ങളൊക്കെ വളരാനുള്ള മണ്ണല്ലാത്തതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും ഡ്രൈ ആയി കിടക്കുമ്പോൾ ഇങ്ങനെ ചില സ്ഥലങ്ങൾ കൃഷിത്തോട്ടങ്ങളും കുറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് പച്ചപ്പിൽ നിൽക്കുന്നതും കാണാം. ഗോതമ്പും ബീൻസും പയറും ഒക്കെയാണ് പ്രധാന കൃഷികൾ. പിന്നെ കൃഷിക്ക് നനയ്ക്കാനുള്ള വെള്ളത്തിനുള്ള ഏക വഴി മഞ്ഞുരുകി വരുന്ന വെള്ളമായതുകൊണ്ട് സമ്മർ സമയത്താണ് കൃഷിയൊക്കെ ഉണ്ടാവുള്ളൂ. എല്ലാത്തരം പച്ചക്കറികളും ഇവിടുത്തെ കാലാവസ്ഥയിൽ വളരില്ലാത്തതുകൊണ്ട് പഞ്ചാബിൽ നിന്ന് വരുന്ന ലോറികൾ തന്നെയാണ് ഇവിടെ ഭക്ഷണത്തിനുള്ള പ്രധാന ആശ്രയം. അപ്പോൾ കുറച്ച് ദൂരം ബൈക്കിൽ ഇറങ്ങി നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ലേ മാർക്കറ്റിലൊന്ന് കയറാം. നല്ല ഭംഗിയാണ് ഇവിടുത്തെ മാർക്കറ്റ് ഏരിയ. പ്രധാനമായിട്ടും ടൂറിസ്റ്റിനെ തന്നെ ഉദ്ദേശിച്ചിട്ടുള്ളതാണെങ്കിലും സാധനങ്ങൾക്കൊന്നും അത്ര വലിയ വില കൂടുതലൊന്നും തോന്നിയില്ല. ലഡാക്കിയാണ് ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള സംസാര ഭാഷ. പിന്നെ മിക്കവർക്കും ഹിന്ദി അറിയാമെങ്കിലും ലോക്കൽസ് തമ്മിലൊന്നും അങ്ങനെ ഹിന്ദി സംസാരിക്കാറില്ല. ഐ ലവ് ലഡാക്ക്. ഇതാണ് ലഡാക്കിലെ പോസ്റ്റ് ഓഫീസ്, ലേ സിറ്റി പോസ്റ്റ് ഓഫീസ്. ഈ ലേ മാർക്കറ്റ് എന്നത് ടിബറ്റൻ റിഫ്യൂജി മാർക്കറ്റ് ആണ്. 1959 ചൈനീസ് സർക്കാർ ടിബറ്റിനെ ചൈനയോട് കൂട്ടിച്ചേർത്തപ്പോൾ അവിടുത്തെ ആക്രമണങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ടിബറ്റൻസ് കൂടുതലും അന്ന് ഇന്ത്യയിലായിരുന്നു വന്നത്. ആ ടിബറ്റൻ അഭയാർത്ഥികൾക്ക് ഒരു വരുമാന മാർഗം ആകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു മാർക്കറ്റാണത്. വളരെ സമാധാനപ്രിയരായിട്ടൊരു വിഭാഗമാണ് കേട്ടോ ഈ ദലൈലാമയുടെ കീഴിലുള്ള ടിബറ്റൻസ്. പൊതുവെ അവരൊരു സൈലന്റ് നേച്ചർ ആയിരിക്കും. നമ്മുടെ കർണാടകയിലെ ബൈലക്കുപ്പയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ റെഫ്യൂജി സെറ്റിൽമെന്റ് ഉള്ളത്. അവർക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ലാത്തതുകൊണ്ട് ആ സെറ്റിൽമെന്റിലല്ലാതെ വേറെ സ്ഥലം മേടിക്കാനോ വോട്ട് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് കറങ്ങി നമ്മൾ തിരിച്ച് റൂമിലെത്തി. പിറ്റേ ദിവസം രാവിലെ യാത്ര തുടങ്ങുകയാണ്. ഈ ജിമ്നിയിലാണ് അടുത്ത കുറച്ച് ദിവസങ്ങളിലുള്ള നമ്മുടെ യാത്ര. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ, എല്ലാം മൺകട്ടയും കൊണ്ട് ഉണ്ടാക്കിയതാ. ചില വീടുകൾ തേച്ചിട്ടുണ്ടാവെങ്കിലും മിക്കവാറും സിമെന്റ് തേക്കാറില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ മഴയില്ലാത്തതുകൊണ്ട് മൺവീടാണെങ്കിലും ചോർച്ചയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നവംബർ മുതൽ മാർച്ച് വരെ കംപ്ലീറ്റ് ഐസ് മൂടി കിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. ഇപ്പോഴും മലമുകളിലൊക്കെ ഐസ് കാണാം. ആ മലയിൽ വെള്ള കളറിൽ കാണുന്ന സ്ഥലമാണ് കർദുംഗ്ല എന്ന ഏരിയ. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഫുൾ ഡ്രൈ ആയി കിടക്കുന്ന ഈ ലേയിൽ ആവറേജ് ടെമ്പറേച്ചർ ഒരു 10-15 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ്. അപ്പോൾ തണുപ്പിനുള്ള ജാക്കറ്റ്സ് നിർബന്ധമായിട്ടും കൊണ്ടുവരണം. നമ്മുടെ ഈ ട്രിപ്പിൽ 3 വണ്ടികളുണ്ട് ശരിക്കും. ഒന്ന് ഈ താറാണ്. എറണാകുളത്തുള്ള അരവിന്ദും ഫാമിലിയും അവിടുന്ന് തന്നെ വണ്ടി ഓടിച്ച് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പായിട്ട് ഇവിടെ എത്തിയതാണ്. പിന്നെ ഫ്രണ്ടിലുള്ള ഇന്നോവയിൽ പാലക്കാട് നിന്നുള്ള 3 പേരാണുള്ളത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ എൻട്രി പെർമിറ്റ് കാണിച്ചിട്ട് വേണം മുമ്പിലേക്ക് പോകാൻ. സാധാരണ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലഡാക്കിലേക്ക് വരാൻ എൻട്രി പെർമിറ്റ് വേണം. അത് ഓൺലൈനിൽ ചെറിയൊരു ഫീസും പേ ചെയ്തിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ എടുക്കാം. വഴിയിലൊക്കെ ചില സ്ഥലങ്ങളിൽ ഈ എൻട്രി പെർമിറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോണത്, എന്ന് മുതൽ എത്ര ഡേ വരെയാണ് തുടങ്ങിയ ഡീറ്റെയിൽ കാര്യങ്ങൾ ആ പെർമിറ്റിൽ ഉണ്ടാവും. മുന്നോട്ട് പോകുന്തോറും ഈ ഡ്രൈ ആയി കിടന്നിരുന്ന റോഡ് സൈഡൊക്കെ സ്നോ വന്നു തുടങ്ങി. നമ്മളിപ്പോൾ പോകുന്ന ഈ റോഡ് ഡിസ്കിറ്റ്, തുർത്തുക്ക് തുടങ്ങിയ ഫേമസ് ആയ സ്ഥലങ്ങളിലേക്ക് ലഡാക്കിൽ നിന്ന് പോകുന്ന മെയിൻ റോഡാണ്. ഈ റോഡിലുള്ള ഒരു ചുരമാണ് കർദുംഗ്ല പാസ്. ഒരു 4-5 വർഷം മുമ്പ് വരെ ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള റോഡ് ഇതായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ദംചോക്കിനടുത്തുള്ള ഉംലുംഗ്ല എന്ന സ്ഥലത്ത് പുതിയ റോഡ് വന്നപ്പോൾ ഈ കർദുംഗ്ല ഹൈറ്റിന്റെ കാര്യത്തിൽ സെക്കൻഡായി.
രാവിലെ തന്നെ ടൂറിസ്റ്റിനെ കൊണ്ട് ഒരുപാട് വണ്ടികൾ എത്തിയിട്ടുണ്ട്. 17,982 അടിയാണ് ഈ സ്ഥലത്തിന്റെ ഉയരം. അരവിന്ദും വൈഫും ദേ ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിക്കുന്നു. ഇത് ഇത്രയും ഹൈറ്റ് ഉള്ള സ്ഥലമായതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിച്ച് റെസ്റ്റ് ഒക്കെ എടുക്കാതെ വരുവാണെങ്കിൽ ഇവിടെ തല ഇറങ്ങി വീഴാനൊക്കെയുള്ള സാധ്യതയുണ്ട്. സാധാരണ സ്ഥലങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇത്രയും ഹൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി ചിലപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അതുകൊണ്ടാണ് ലഡാക്കിലെത്തിയാൽ ആദ്യത്തെ 1-2 ദിവസം വെറുതെ റെസ്റ്റ് എടുത്ത് റൂമിലിരിക്കണം എന്ന് പറയാറുള്ളത്. പോകുന്ന വഴിക്ക് റോഡ് സൈഡിലുള്ള സ്നോയിലൊക്കെ ഇങ്ങനെ വെള്ളം വന്ന് വടി പോലെ നിൽക്കുന്നുണ്ടോ. മഞ്ഞുരുകി വെള്ളമായിട്ട് റോഡിലേക്ക് വീഴുമ്പോൾ വീണ്ടും രാത്രി -ഡിഗ്രി വരുന്ന സമയത്ത് ഇങ്ങനെ വടി പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ ഐസ് വടി ഒന്ന് പൊട്ടിച്ചെടുക്കാന്ന് വെച്ചു. സംഭവം വിചാരിച്ചതിനേക്കാൾ കനമുണ്ട് കേട്ടോ. ഒരു വടി ഒരു 2 കിലോയോളം കനമുണ്ടായിരുന്നു. ഈ വഴി പോകുന്ന ടൂറിസ്റ്റിന്റെ ഒക്കെ ഒരു പ്രധാന വിനോദമാണ് ഇത് പൊട്ടിച്ചെടുക്കല്. ഈ സ്റ്റിക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുത്തില്ലെങ്കിലും കുറച്ചും കൂടി വെയിലായി കഴിഞ്ഞാൽ അതൊക്കെ ഉരുകി വീഴും. അങ്ങനെ കുറച്ച് ഐസൊക്കെ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ച് നമ്മൾ മുമ്പിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഹണ്ടറാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മണൽക്കുന്നുകളുള്ള സ്ഥലം. പോകുന്ന വഴി ഓരോ സ്ഥലങ്ങളിലൊക്കെ നിർത്തി നമ്മൾ പതുക്കെ ഫോട്ടോസൊക്കെ എടുത്തേ പോകുന്നുള്ളൂ. അതുകൊണ്ട് കൂടെയുള്ള 2 വണ്ടികളും മുമ്പിലേക്ക് പോയി. അങ്ങനെ ചുരത്തിന്റെ മുകളിലുള്ള മഞ്ഞൊക്കെ പാസ് ചെയ്ത് താഴെ എത്തുമ്പോൾ അതേ കുറച്ച് യാക്ക് നിന്ന് പുല്ല് മേയുന്നു. വൈൽഡ് യാക്ക് ആയിരിക്കും എന്നാണ് ആദ്യം ഓർത്തെ, പക്ഷെ ഇത് വളർത്തുന്ന യാക്കാണ്. ഈ സ്നോയുടെ അടിയിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ മുകളിലുള്ള മഞ്ഞ് പൊട്ടി വീഴാതെ സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. നമ്മളെ കണ്ടിട്ട് കൂസലൊന്നുമില്ലാതെ പുല്ലും തിന്ന് നിൽക്കുകയാണ് ഈ യാക്കെല്ലാം. ഇതേ കണ്ടോ, എല്ലാം ഇൻഷുറൻസ് ഉള്ള യാക്കാണ്. ചെവിയിൽ ടാഗ് ഒക്കെ അടിച്ചിട്ടുണ്ട്. ഈ വൈറ്റ് മിക്സ് ആയി കാണുന്നതൊക്കെ പശുവും യാക്കും ചേർന്നിട്ടുള്ള സങ്കരയനമാണെന്ന് പറയുന്നു. പക്ഷെ ഉറപ്പാണോ എന്നറിയില്ല. പൊതുവെ യാക്ക് ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവാറ്. നമ്മുടെ പശു തന്നെയാണ് ഇതും. തണുപ്പ് സഹിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ രോമങ്ങൾ ശരീരത്തിൽ ഉണ്ടെന്നൊരു പ്രത്യേകതയുള്ളൂ. പാലിന് വേണ്ടിയിട്ട് മിക്ക കർഷകരും യാക്കിനെ വളർത്താറുണ്ട്. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നും ഒക്കെ ലഡാക്കിൽ സ്റ്റേ ചെയ്ത കേരള ഹൗസ് റൺ ചെയ്യുന്നത് സുധീഷാണ്. ഇതാണ് കക്ഷി. ലഡാക്കിൽ വന്ന എന്താവശ്യത്തിനും പുള്ളിയെ വിളിക്കാട്ടോ. റൂം എടുക്കാനോ മൊത്തം ലഡാക്ക് പാക്കേജ് എടുക്കാനോ ഇനി ഒരു നേരം കേരള ഫുഡ് കഴിക്കാനാണെങ്കിൽ പോലും കേരള ഹൗസിലേക്ക് വന്നാൽ മതി. ഇവിടെ വരുന്നവർക്കൊക്കെ സുധീഷിനെ അറിയായിരിക്കും. കാരണം ലഡാക്കിൽ വരുന്ന മിക്കവരും അവരുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഒക്കെ കേരള ഹൗസിൽ എത്താറുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ റോഡിൽ നിന്ന് താഴേക്ക് ഒരു വഴി കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കാനൊരു മോഹം. കയ്യിൽ പിന്നെ ജിന്നി ആയതുകൊണ്ട് ഏത് വഴിയും പൊക്കോളുന്നൊരു വിശ്വാസമുണ്ട്. ഏതൊക്കെയോ വണ്ടികൾ പോയ പാടുണ്ട് എന്നല്ലാതെ പ്രോപ്പർ വഴിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ. ഇതാണ് ലഡാക്കിലെ ഒരു പ്രത്യേകത. മലനിരകളും ഓപ്പൺ ഏരിയയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ് ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. ഇതൊന്നും പ്രൈവറ്റ് ലാൻഡ് അല്ലാത്തതുകൊണ്ട് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ എതിലൂടെ വേണമെങ്കിലും വണ്ടി ഓടിച്ച് പോവുകയും ചെയ്യാം. ഇവിടുത്തെ ഒരു കാലാവസ്ഥയ്ക്കും ഈ വഴിക്കും ഒക്കെ പറ്റിയൊരു വണ്ടിയാണ് 4x4 ആയിട്ടുള്ള ഈ ജിന്നി. ആ മലനിരകൾ കണ്ടോ, ഗ്രാൻഡ് കാനിയോന്റെ ഒരു ചെറിയ പതിപ്പ് പോലെ. മറ്റേത് സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാണുന്ന പോലെയല്ല. ഇവിടുത്തെ ഭൂപ്രകൃതി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എല്ലാം മലകളും കുന്നുകളും ആണെങ്കിൽ പോലും ഓരോ സ്ഥലത്തെ മലയും ഓരോ കളറിലായിരിക്കും. വരുന്ന എപ്പിസോഡിലൊക്കെ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റോഡിലൂടെ പൊക്കോണ്ടിരുന്നപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ കൊള്ളാലോ എന്ന് ഓർത്തിട്ട് ജസ്റ്റ് ഒന്ന് വണ്ടി ഇറക്കി നോക്കിയതാണ്. ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല. ഇങ്ങനെ നമ്മൾ വേറൊരു ഗ്രഹത്തിലെത്തിയ പോലത്തെ കാഴ്ചകളായിരുന്നു ലഡാക്കിലെ ടൗൺ ഏരിയ വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ. നമ്മളെന്തായാലും വണ്ടി എടുത്ത് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ്. ശരിക്കും ഈ വണ്ടിയുടെ ഗുണം ഓൺ റോഡിനേക്കാൾ മനസ്സിലാവുന്നത് ഓഫ് റോഡിലാണ്. സസ്പെൻഷൻ അടിപൊളിയായിരുന്നു കേട്ടോ ജിമ്നിയുടെ.
അങ്ങനെ ഒരു ചെറിയ ഓഫ് റോഡ് ട്രയലൊക്കെ കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക് കയറി. ഇതുപോലെ വല്ലപ്പോഴും ബൈക്കുകളോ കാറോ അല്ലെങ്കിൽ മിലിറ്ററി വെഹിക്കിളൊക്കെ പോകുന്നല്ലാതെ തീരെ തിരക്കൊന്നുമില്ലാത്തൊരു റൂട്ടാണിത്. പിന്നെയും കുറച്ച് യാക്ക്, നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ സൈസ് ഉള്ളവരാണ് ഇതൊക്കെ. എന്നാലും ഈ ഫുൾ ഡ്രൈ ആയി കിടക്കുന്ന ഭൂമിയിൽ ഇവരെന്ത് തിന്നാൻ നടക്കുകയാണോ എന്തോ, ഒരു ചെറിയ പുൽനാമ്പ് പോലും കാണാനില്ല. ഇനി ലഡാക്കിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇത്രയും ഹൈറ്റിലേക്ക് വരുന്നതുകൊണ്ട് അക്യൂട്ട് മൗണ്ടൈൻ സിക്നസ് അഥവാ AMS വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് റെസ്റ്റ് എടുക്കണമെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുകയും വേണം. ബൈക്കിലാണ് വരുന്നതെങ്കിൽ പ്രത്യേകിച്ചും എപ്പോഴും വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ പകുതി ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പിന്നെ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് ഒന്നും എടുക്കാതെ വരുന്നെങ്കിൽ സേഫ്റ്റിക്ക് ഒരു ചെറിയ ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ കിട്ടും. ഹിറ്റിന്റെ ഒക്കെ സൈസിലുള്ള ബാഗിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറുതൊരെണ്ണം മേടിക്കുന്നത് നല്ലതാണ്. പക്ഷെ കാറിലൊന്നും പോവുകയാണെങ്കിൽ അതിന്റെ ആവശ്യം വരില്ല. ഇത് മാത്രമല്ലാതെ രാത്രി ആവശ്യത്തിന് ഉറങ്ങണം എന്നുള്ളതാണ് മെയിൻ കാര്യം. നമ്മളിപ്പോൾ ഒരു പുഴയുടെ സൈഡിലെത്തി, ഷ്യോക്ക് റിവർ. ഇന്ന് മൊത്തം ഈ പുഴയുടെ സൈഡിലൂടെ തന്നെയാണ് നമ്മുടെ യാത്ര. ഇങ്ങനെ കാണുമ്പോൾ രണ്ട് മലകളുടെ ഇടയിൽ നല്ല വീതിയിൽ ഈ പുഴയുടെ സ്ഥലം കാണാമെങ്കിലും അതിലൂടെ വളരെ മെലിഞ്ഞിട്ടാണ് ഈ ഷ്യോക്ക് റിവർ ഒഴുകുന്നത്. കുറച്ചും കൂടെ മുന്നോട്ട് ഒഴുകി ലഡാക്കിലെയും കാശ്മീരിലെയും അത് കഴിഞ്ഞാൽ പാകിസ്ഥാനിലും കൂടെ പോകുന്ന ഇൻഡസ് റിവർ എന്നൊരു പ്രധാനപ്പെട്ട നദിയിൽ ഇത് ചെന്ന് ചേരും. ഇൻഡസ് റിവർ എന്ന സിന്ധു നദിക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു വലിയ പ്രാധാന്യം തന്നെയുണ്ട്. നമ്മളിനി താഴേക്ക് ഇറങ്ങി ഈ കാണുന്ന പുഴയിലെ മണലിലൂടെയാണ് ഇനി കുറച്ചു ദൂരം യാത്ര ചെയ്യേണ്ടത്. സാധാരണ വൈൽഡ് യാക്കിനെ ലഡാക്കിലൊക്കെ കാണാൻ അത്ര എളുപ്പമല്ലെങ്കിലും ഇത് വൈൽഡ് യാക്ക് ആണോ എന്നൊരു സംശയമുണ്ട്. ഇൻഷുറൻസ് ടാഗോ മൂക്കുകയറോ അങ്ങനെ ആൾക്കാർ വളർത്തുന്നതിന്റെ ഒരു അടയാളങ്ങളും കാണാനില്ല. നമ്മളങ്ങനെ പുഴയിലേക്ക് ഇറങ്ങി യാത്ര തുടരുകയാണ്. ഈ പുഴയിൽ തന്നെ റോഡൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വീതിയിൽ മണലിൽ പൊതിഞ്ഞ് നിൽക്കുന്ന ഈ സ്ഥലം പണ്ടുകാലത്തൊക്കെ ചിലപ്പോൾ നിറഞ്ഞൊഴുകിയ ഒരു പുഴയായിരിക്കണം. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ റോഡ് സൈഡിൽ ഒരു ചെറിയ വാട്ടർഫാൾ. ഈ ഷ്യോക്ക് റിവറിൽ നിന്ന് വരുന്ന വെള്ളമൊക്കെ ഇങ്ങനെ മലമുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളം ആയതുകൊണ്ട് മലയുടെ സൈഡിലൂടെ ഇങ്ങനെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പല സ്ഥലത്തും കാണാം. മൈനസ് ടെമ്പറേച്ചർ അല്ലാത്തതുകൊണ്ട് ഐസ് ആവുന്നില്ല എന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന വെള്ളത്തിന് തണുപ്പുണ്ട് ഇങ്ങനെ ഒഴുകി വരുന്ന ഈ വെള്ളത്തിനൊക്കെ. എന്തായാലും വെയിലൊക്കെ മാറി സൂര്യൻ അസ്തമിക്കാറായതുകൊണ്ട് അധികം കറങ്ങാതെ നമ്മൾ നേരെ റൂമിലേക്ക് പോയി. ഹണ്ടർ എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മണൽത്തിട്ടകളുള്ള ഈ ഹണ്ടർ എന്ന ഏരിയ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നാളെ പോകാനാണ് പ്ലാൻ. അങ്ങനെ കിടന്നുറങ്ങി പിറ്റേന്ന് ഒരു 5:30 ആയപ്പോഴേ എണീറ്റു. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴേ നമ്മുടെ നാട്ടിൽ 10 മണിയായ പോലെ വെയിലുണ്ടാവും ഇവിടെ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ക്യാമ്പ്. ഈ മരുഭൂമി പോലത്തെ സ്ഥലത്തും പച്ചപ്പൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ക്യാമ്പാണ് കേട്ടോ ഇത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ ഈ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു വലിയ കേവ്സ് കാണാമെന്ന് പറഞ്ഞ് ഇറങ്ങാണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് ആരും പോകാറില്ലാത്ത ഒരു സ്ഥലമാണ് ഈ കേവ്സ്. അങ്ങോട്ടുള്ള വഴിയും അത്ര നല്ല റോഡൊന്നും അല്ല കേട്ടോ. ഇതാണ് ആ പറഞ്ഞ ഗുഹ. നമ്മുടെ സുധീഷ് വർഷങ്ങളായിട്ട് ഈ ലഡാക്കിൽ തന്നെ സ്ഥിരതാമസം ആയതുകൊണ്ട് ഇങ്ങനെ പലർക്കും അറിയാത്ത ഒരുപാട് സ്ഥലങ്ങളൊക്കെ പുള്ളിക്കാരന് അറിയാം. ഒരു വലിയ മലയുടെ സൈഡിലായതുകൊണ്ട് സൂര്യൻ കുറച്ചും കൂടെ പൊങ്ങിയാലേ നമുക്ക് ഗുഹയുടെ അകത്തോട്ട് വെളിച്ചം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് പോകാമെന്ന് വെച്ചു. അവിടെ വേറെയും കുറച്ച് ഗുഹകളുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇവിടെ കയറി നോക്കാം.
ആ കാണുന്ന ചെറിയ 3-4 ഹോളുകളാണ് ഗുഹ. ഞാൻ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കയറി നോക്കാന്ന് വെച്ച് മുമ്പിലേക്ക് തന്നെ നടന്നു. 1960 കാലഘട്ടങ്ങളിലൊക്കെ ടിബറ്റൻ പാലായനം ഉണ്ടായ സമയത്ത് അവര് ജീവിച്ചിരുന്നതാണത്രേ ഇത്തരം ഗുഹകളിലൊക്കെ. മൃഗങ്ങളിൽ നിന്നും സ്നോഫാളിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനായിരുന്നു ഇങ്ങനെ മലയുടെയൊക്കെ സൈഡിലുള്ള ഗുഹകളിൽ ജീവിച്ചിരുന്നത്. ദൂരേന്ന് കണ്ടപ്പോൾ ചെറുതാണെന്ന് തോന്നിയെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് അത്ര ചെറിയ ഗുഹയല്ലാന്ന് മനസ്സിലായി. ഓൾറെഡി ഉണ്ടായിരുന്ന ചെറിയ ഗുഹയെ ഇവര് പിന്നീട് മോഡിഫൈ ചെയ്ത് എടുത്തതാവണം. ഈ ഗുഹയിൽ എന്തായാലും കുറെ നാൾ ആൾക്കാർ താമസിച്ചിരുന്നു എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. മൊത്തത്തിൽ കരിയും തീ കത്തിച്ചതിന്റെ അടയാളങ്ങളും ഒക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒരു മലയുടെ ചെരുവില് ആൾക്കാരൊക്കെ എങ്ങനെ താമസിക്കുന്നതാവോ? 4 ഗുഹകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും 2 എണ്ണത്തിലേ നമ്മൾ കയറിയുള്ളൂ. ഇതിൽ കണ്ടോ, ഒരു അടുക്കള പോലെയൊക്കെ തോന്നുന്ന സെറ്റപ്പാണ്. ഈ ഗുഹയിൽ ചായം പൂശിയിരിക്കുന്ന കണ്ടോ, താഴെ റെഡും മുകളിൽ വെള്ളയും കളറിലുള്ള ഇത് ടിബറ്റൻസിന്റെ ഒരു സ്റ്റൈലാണ്. പല സ്ഥലത്തും മാഞ്ഞു പോകാറായ പോലെ ചുമരിൽ തന്നെ ടിബറ്റൻസ് ലിപികളും കാണായിരുന്നു. ഒരുപാട് കാലം മുമ്പൊന്നും അല്ലാതെ ഒരു 10-25 വർഷം മുമ്പ് വരെ ഇങ്ങനെയുള്ള ഗുഹകളിൽ ആൾക്കാർ താമസിച്ചിരുന്നതാണത്രേ. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ടിബറ്റൻ അഭയാർത്ഥികൾ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിലും ലഡാക്കിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. കാരണം ലഡാക്കിന്റെ തൊട്ടപ്പുറത്താണല്ലോ ടിബറ്റ്. അവിടുന്ന് ചൈനീസ് മിലിറ്ററിയെ പേടിച്ച് ഓടി രക്ഷപ്പെട്ടു വരാൻ ഏറ്റവും പറ്റിയ, അവർക്ക് ജീവിക്കുന്ന അതേ കാലാവസ്ഥയിലുള്ള ഒരു സ്ഥലമാണ് ലഡാക്ക്. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നത് ആദ്യം കണ്ട ഗുഹയുടെ അടുത്തെത്തി. ഇവിടെ അത്യാവശ്യം വെയിലും ആയതുകൊണ്ട് ഒന്ന് കയറി നോക്കാന്ന് വെച്ചു. മാത്രമല്ല, നേരത്തെ കണ്ട പോലെ ചെറിയ ഗുഹയല്ല ഇത്. ഇത്രയും വലുപ്പമുള്ള ഗുഹ എന്തായാലും മാൻമെയ്ഡ് അല്ല. ഈ ഗുഹയുടെ വലുപ്പം കണ്ടോ? ഇതിനകത്ത് ഈവനിങ് ടൈം ആണെങ്കിൽ ഇരുട്ടായിരിക്കും. ഇപ്പോൾ സൂര്യൻ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഗുഹയ്ക്കകത്ത് വെളിച്ചമുണ്ട്. ഞങ്ങൾ എന്തായാലും ടോർച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഗുഹയുടെ വലുപ്പം നമുക്ക് മനസ്സിലാവുക. അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല സ്ഥലമാണ് കേട്ടോ ഇത്. നമ്മുടെ സുധീഷ് മൗണ്ടനിയറിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞ ആളായതുകൊണ്ട് ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്നും പറഞ്ഞാണ് പുള്ളി നടക്കുന്നത്. പിന്നെ ഷൂവിന്റെ ഗ്രിപ്പ് ഒരു പ്രധാന ഘടകമാണ് കേട്ടോ. ഈ സ്ഥലം പ്രോപ്പർ എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു തരാൻ അറിയില്ല. കാരണം ഗൂഗിൾ മാപ്പിൽ ഇല്ലാത്തൊരു ഗുഹയാണിത്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ഒട്ടും ആൾക്കാരൊന്നും ഇങ്ങോട്ട് വരാറുമില്ല. ഈ ഹണ്ടർ എന്ന സ്ഥലത്തിന്റെ അടുത്താണെന്ന് മാത്രം. അങ്ങനെ നമ്മൾ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. രാവിലെ തന്നെ കുറച്ച് എക്സസൈസ് ഒക്കെ ആയപ്പോൾ തണുപ്പിനൊരു കുറവുണ്ട്, ബോഡി ഒന്ന് ചൂടായി. ഇനി നമ്മൾ കഴിഞ്ഞ കശ്മീർ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാട്ടിലെ പ്രീപെയ്ഡ് സിം ഇവിടെ വർക്ക് ചെയ്യില്ല കേട്ടോ. ഒന്നുകിൽ പോസ്റ്റ് പെയ്ഡ് സിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പുതിയ പ്രീപെയ്ഡ് സിം എടുക്കണം. ജിയോയും എയർടെല്ലും ആണ് ഇവിടെ വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് റൂമിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ നേരെ തുർത്തുക്ക് എന്ന സ്ഥലത്തേക്ക് പോകാനിറങ്ങി. അപ്പോൾ ഇന്നലെ ഈവനിങ് നമുക്ക് ഇവിടെ അടുത്തുള്ള സാൻഡ് ഡ്യൂൺസിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് പോകാൻ പ്ലാൻ ചെയ്തായിരുന്നല്ലോ. സോ ആ മണലാരണ്യത്തിലേക്ക് പോയിട്ട് വരാം. അറേബ്യൻ കൺട്രീസിലൊക്കെ കാണുന്ന പോലെ ഫുൾ മണൽക്കൂനകളുള്ള ഒരു സ്ഥലമാണ് ഈ ഹണ്ടർ സാൻഡ് ഡ്യൂൺസ്. ഇവിടെ ഒട്ടക സഫാരി ഒക്കെ ഉണ്ടെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് ഒട്ടകങ്ങളൊക്കെ സ്ഥലത്തെത്തുള്ളൂ. അപ്പോൾ ജസ്റ്റ് കുറച്ച് ദൂരം മണലിലൂടെ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ഇങ്ങനെ 2 വശത്തും മലകളായിട്ട് വിശാലമായിട്ട് ഒഴുകുന്ന ഈ ഷ്യോക്ക് റിവറിൽ വെള്ളമില്ലാത്ത ഭാഗത്തൊക്കെ മൊത്തം മണൽ മൂടി കിടക്കുകയാണ്. ഈ പുഴയുടെ ചില സ്ഥലങ്ങളിലൊക്കെ 2 കിലോമീറ്ററോളം വീതി ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് കണ്ട ഇതൊരു പുഴയാണെന്ന് തോന്നില്ല, ഒരു മരുഭൂമി പോലെയാണ് തോന്നുക. ഇതൊരു പുഴയായതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ നീർച്ചാലുകളൊക്കെ പല സ്ഥലത്തും കാണാം. ഒരു ജൂലൈ ഒക്കെ മുതൽ പച്ചപ്പ് ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ ഏരിയ ഒക്കെ കാണാൻ. പിന്നെ വണ്ടി ഇവിടെ മണലിൽ ഇറക്കാനൊന്നും തടസ്സമൊന്നുമില്ല. മണലിൽ തന്നെ സ്ഥിരം വണ്ടിയൊക്കെ പോയി വഴിയുള്ള സ്ഥലത്തൊക്കെ 2 വീൽ ഡ്രൈവ് വണ്ടികൾക്കും പോകാം, അല്ലെങ്കിൽ 4x4 തന്നെ വേണം.
ലഡാക്ക് ആണെങ്കിലും മരുഭൂമിയിലൊക്കെ ഉള്ള പോലെ തന്നെ മണൽക്കാറ്റും ഇവിടെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കാണുന്ന ഈ മണൽക്കൂന 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ കാറ്റടിച്ചിട്ട് അപ്പുറത്തേക്ക് മാറും. നല്ല ശക്തിയിൽ കാറ്റ് വീശുമ്പോൾ മണലൊക്കെ പറക്കുന്നത് കാണാം. പക്ഷെ ആ സമയത്ത് കണ്ണും തുറന്ന് ഇതിലൂടെ ഒന്നും നടക്കാനും പറ്റില്ല. ഈ ഹണ്ടർ എന്ന സ്ഥലം പണ്ട് നുബ്ര എന്നൊരു നാട്ടുരാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു. പിന്നീട് സ്വാതന്ത്ര്യ സമയത്ത് ഇന്ത്യയിൽ ലയിച്ചതാണ് നുബ്ര. നമ്മൾ ഈ പോകുന്ന ഹണ്ടറൊക്കെ നുബ്ര വാലിയിൽ പെടുന്ന സ്ഥലമാണ്. പോപ്പുലേഷൻ വൈസ് വളരെ കുറച്ച് മാത്രം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഹണ്ടർ. കൂടുതൽ ആൾക്കാരും കൃഷിക്കാരും ആട്ടിടയന്മാരും ഒക്കെയാണ്. കുറച്ച് പേര് മിലിറ്ററിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ വേറെ കാര്യമായിട്ടുള്ള തൊഴിൽ സാധ്യതകളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഈ ഹണ്ടർ ഏരിയയിലുള്ള ഒട്ടക സഫാരിയും ഇവിടെയുള്ള കുറച്ച് റിസോർട്ടുകളൊക്കെയാണ് ഇവരുടെ വേറെ കുറച്ച് വരുമാന മാർഗങ്ങൾ. ഇവിടുത്തെ ഒട്ടക സഫാരി ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ഒട്ടകപ്പുറത്ത് കയറാമെന്ന് വെച്ചു. ഇപ്പോൾ ഈ വാലിയുടെ സൈഡിലുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രിയിലേക്ക് പോവാണ്. ഈ നുബ്ര വാലിയുടെ മൊത്തത്തിലുള്ള വ്യൂ കിട്ടും അവിടെ നിന്നാ. ഡിസ്കിറ്റ് ഗോംബ എന്നാണ് ആ മൊണാസ്ട്രിയുടെ പേര്. ലഡാക്കിലെ ഏറ്റവും പഴയ ബുദ്ധിസ്റ്റ് ടെമ്പിളുകളിൽ ഒന്നായ ഈ ഡിസ്കിറ്റ് മൊണാസ്ട്രി നുബ്രയിലെ ഏറ്റവും വലിയ മൊണാസ്ട്രി ആണ്. 33 മീറ്റർ ഹൈറ്റ് ഉള്ള ഈ ബുദ്ധപ്രതിമ തന്നെയാണ് ഇവിടുത്തെ ടൂറിസത്തിന്റെ പ്രധാന അട്രാക്ഷൻ. സമാധാന സന്ദേശം വിളിച്ചോതുന്ന ഈ ബുദ്ധപ്രതിമ 2006 പണി തുടങ്ങിയിട്ട് 2010 ദലൈലാമയാണ് പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത്. ഇങ്ങനെ ഷ്യോക്ക് റിവറിലുള്ള നുബ്ര ഏരിയയിലേക്ക് നോക്കിയിരിക്കുന്ന ഈ പ്രതിമയുടെ മുൻഭാഗത്താണ് പാകിസ്ഥാൻ. അതുകൊണ്ട് പാകിസ്ഥാനിലേക്ക് സമാധാന സന്ദേശം വിളിച്ചോതുന്ന ഒരു ബുദ്ധപ്രതിമ ആയിട്ട് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇതാണ് ഈ പ്രതിമയുടെ അവിടെ നിന്നുള്ള നുബ്ര വാലിയുടെ വ്യൂ. ആ ഗ്രാമം മൊത്തം ഇവിടെ നിന്ന് കാണാം. ഈ ലഡാക്ക് ഏരിയ പിന്നെ ഫുള്ള് മരുഭൂമിയായിട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒരു പച്ചപ്പ് എവിടെയെങ്കിലും കണ്ടാൽ അവിടെ ഇങ്ങനെ ഒരു ഗ്രാമം ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി ലഡാക്കിലേക്ക് വരുമ്പോഴുള്ള ഫുഡിന്റെ കാര്യം. ആദ്യം തന്നെ ലഡാക്ക് എന്നത് ഇന്ത്യയിലെ മറ്റേത് ടൂറിസ്റ്റ് സ്ഥലവും പോലെയുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ലേ ടൗണിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മിക്ക ടൈപ്പ് ഭക്ഷണവും നമുക്ക് അവിടുന്ന് വാങ്ങിക്കഴിക്കാം. അതുപോലെ ഓരോ ദിവസവും സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽസിനും അത്യാവശ്യം ഭേദപ്പെട്ട ഫുഡൊക്കെ കിട്ടും. എന്നാൽ പോകുന്ന വഴിക്കൊക്കെ നല്ല ഫുഡ് കിട്ടൽ അത്ര എളുപ്പമല്ല. കിലോമീറ്ററുകൾ പോയി കഴിയുമ്പോൾ ചെറിയൊരു ടീ ഷോപ്പൊക്കെ കാണുമ്പോൾ അവിടുന്ന് കിട്ടുന്ന മാഗിയോ ഓംലേറ്റോ മൊമോസോ ഒക്കെ വെച്ച് പകൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മളങ്ങനെ പാകിസ്ഥാൻ ബോർഡറിനടുത്തുള്ള ഇന്ത്യൻ വില്ലേജിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന പോലെയുള്ള ഗ്രേ കളറിലുള്ള മലകൾ തന്നെയാണ് കിലോമീറ്ററുകളോളം. ആൾ താമസവും തിരക്കും ഒന്നും ഇല്ലാത്ത സ്ഥലമായിട്ട് പോലും റോഡൊക്കെ കണ്ടോ. ബോർഡർ ഏരിയ ആയതുകൊണ്ട് നല്ല കിടുക്കാച്ചി വഴിയാണ് എല്ലായിടത്തും. റോഡിന് വീതി കുറവായതുകൊണ്ട് ഇടയ്ക്ക് വണ്ടികളൊക്കെ നിർത്തിയിടേണ്ടി വന്നാൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ കുറച്ച് എക്സ്ട്രാ സ്പേസ് ഓരോ കിലോമീറ്റർ കൂടുമ്പോഴും കാണാം. നമ്മൾ ഇന്ന് യാത്ര തുടങ്ങിയത് മുതൽ ഈ ഷ്യോക്ക് റിവറിനോട് ചേർന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ ലഡാക്കിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണെന്ന് ആദ്യം പറഞ്ഞായിരുന്നല്ലോ. വിന്റർ ടൈം ആയതുകൊണ്ട് വെള്ളം ഇപ്പോൾ കുറവാണ്. സമ്മർ വന്ന് മഞ്ഞൊക്കെ ഉരുകി തുടങ്ങുമ്പോഴാണ് ഇനി പുഴയിലൊക്കെ വെള്ളം നിറയുക. ദേ അവിടെ പുഴയിൽ ഒരു തൂക്കുപാലം കാണാനുണ്ട്. ആ കാണുന്ന മലകളുടെ അപ്പുറത്താണ് സിയാച്ചിൻ മലനിരകൾ. പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മലയാണ് സിയാച്ചിൻ. ഇങ്ങനെ പെട്ടെന്ന് പണിയാനും അതുപോലെ പെട്ടെന്ന് റിപ്പയർ ചെയ്യാനും പറ്റുന്ന പോലെയുള്ള ഇരുമ്പ് തൂക്കുപാലങ്ങളാണ് ഈ ബോർഡർ ഏരിയയിലൊക്കെ എല്ലായിടത്തും. തടി കൊണ്ടാണ് ഇതിന്റെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയേക്കുന്നത്. ഒരു വണ്ടിക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ ഈ പാലത്തിന്. കശ്മീർ ലഡാക്ക് ഏരിയയിലൊക്കെയുള്ള കേഡർ എന്ന മരമാണ് ഈ പാലം പണിയാൻ ഉപയോഗിക്കുക. അങ്ങനെ പാലത്തിന് ഇപ്പുറത്തെത്തി ദൂരേക്ക് നോക്കിയപ്പോൾ കുറച്ച് ആട് പുഴയിലേക്ക് ഇറങ്ങി വരുന്നു. ലഡാക്കിൽ മാത്രമുള്ള ലഡാക്ക് ഊറിയൽ എന്ന ഇനം ആടാണത്. ലഡാക്കിൽ ഇങ്ങനെ ആട് വർഗത്തിൽപ്പെട്ട ജീവികളാണ് കൂടുതൽ ഉണ്ടാവുക. ഐബെക്സും ബ്ലൂ ഷീപ്പും ഒക്കെയാണ് പ്രധാനം. ഇവര് പതുക്കെ കളിച്ചിങ്ങനെ ഇറങ്ങി വരികയാണെങ്കിലും അങ്ങോട്ട് പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ നിന്ന് നോക്കാനേ പറ്റുള്ളൂ.
എണ്ണത്തിൽ തീരെ കുറവായ ഈ ലഡാക്ക് ഊറിയൽ എന്ന ആട് മനുഷ്യ സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ ഏരിയയിലെ നിൽക്കാത്ത ടൈപ്പ് അനിമലാണ്. അതുകൊണ്ട് തന്നെ കാണാനും അത്ര സിമ്പിളല്ല. ദേ ശുക്കാർ, നമ്മുടെ കശ്മീരിലെ ഡാൽ ലേക്ക് എപ്പിസോഡിൽ ഈ ശുക്കാറിന്റെ അടുത്തുനിന്നുള്ള വിഷ്വൽസ് കാണിച്ചായിരുന്നു. മണ്ണും ശുക്കാറും സെയിം കളർ ആയതുകൊണ്ട് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ് ഇവരെ. ഇങ്ങനെ മിലിറ്ററി ട്രക്കൊക്കെ പാസ് ചെയ്യുന്നത് ലഡാക്കിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിലിറ്ററി വണ്ടി പോകുന്നത് കാണുമ്പോഴും നമുക്കൊരു സേഫ്റ്റി ഫീലാണ്. ഈ ലഡാക്കിലേക്ക് സഞ്ചാരികൾ കൂടുതൽ വരാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ അറ്റമില്ലാത്ത റോഡുകളും ഇവിടുത്തെ ഡ്രൈവിങ്ങും കാഴ്ചകളും ഒന്നും ഇന്ത്യയിൽ വേറെ എവിടെ ചെന്നാലും ആസ്വദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ചൈനയും പാകിസ്ഥാനും ഒക്കെ കൈയടക്കാൻ അവസരം നോക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് യുദ്ധസാധ്യത ഉണ്ടായാൽ പിന്നെ ഒരിക്കലും ചിലപ്പോൾ ടൂറിസ്റ്റിന് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അങ്ങനെ വന്ന യാത്രാസ്നേഹികൾക്ക് അതൊരു വലിയ നഷ്ടമാവും. ലഡാക്കിലെ കാഴ്ചകൾ ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ലഡാക്ക് ട്രിപ്പ് പിന്നത്തേക്ക് നീക്കി വെക്കരുത്. ഈ സീസണിൽ പറ്റുമെങ്കിൽ ഈ സീസണിൽ തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇവിടുത്തെ സീസൺ ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ്. ഇതിൽ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെയാണ് ഏറ്റവും നല്ല ടൈം. ഞാൻ ഈ ലഡാക്കിലെ സുധീഷിന്റെ പാക്കേജ് എടുത്താണ് വന്നതെന്ന് പറഞ്ഞായിരുന്നല്ലോ. പുള്ളിയുടെ ഫോൺ നമ്പർ ഞാൻ ആഡ് ചെയ്തേക്കാം. ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട സഹായങ്ങൾക്കൊക്കെ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. കന്യാകുമാരി മുതൽ K2 വരെ നമ്മൾ ഒന്നാണ്. K2 എന്ന് പറയുന്നത് ഈ സിയാച്ചിൻ ഏരിയയിലുള്ള ഒരു പർവ്വതമാണ്. ഉയരത്തിന്റെ കാര്യത്തിൽ ഭൂമിയിൽ എവറസ്റ്റ് കഴിഞ്ഞാൽ രണ്ടാമത് നിൽക്കുന്ന പർവ്വതം. അവിടെ ട്രക്കിംഗ് ഒക്കെ പോകാറുണ്ടെങ്കിലും K2 കീഴടക്കാൻ ശ്രമിക്കുന്ന 4-ൽ ഒരാളും മരണപ്പെടുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള ഈ K2 പക്ഷെ ഇപ്പോൾ പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യ അംഗീകരിച്ച നിയന്ത്രണ രേഖയുടെ അപ്പുറമാണ് മൗണ്ട് K2. അങ്ങനെ നമ്മളൊരു ബോർഡറിന്റെ അടുത്തെത്തി. ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പ് ഒക്കെ ഉണ്ട്. ഇന്ത്യയിലെ താങ് എന്ന ലാസ്റ്റ് വില്ലേജിലേക്ക് ഇവിടുന്ന് 3.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ നമുക്ക് താങ് എന്ന സ്ഥലത്ത് നിന്ന് പാകിസ്ഥാൻ വില്ലേജ് കാണാം. ഈ പാലം കഴിയുന്നതോടെ കംപ്ലീറ്റ് യുദ്ധമുഖത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ യുദ്ധം നടക്കുന്ന സമയത്ത് ഈ സ്ഥലമൊക്കെ പാകിസ്ഥാന്റെ കയ്യിലായിരുന്നു. പിന്നീട് ഇന്ത്യ ഒരു 6 കിലോമീറ്ററോളം പിടിച്ചെടുത്തതാണ്. ഈ താങ് വില്ലേജൊക്കെ കുറെ കാലം പാകിസ്ഥാനിലായിരുന്നു. അങ്ങനെ നമ്മളിതേ ലാസ്റ്റ് വില്ലേജിലെത്തി. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയും 2-3 റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ട്. ഇവിടെ വണ്ടി നിർത്തി കുറച്ച് ദൂരം നടന്നു പോയാൽ നമുക്ക് ആ വ്യൂ പോയിന്റിൽ നിന്ന് പാകിസ്ഥാൻ കാണാം. ഇവിടുന്ന് ബൈനോക്കുലറിലൂടെ നോക്കാൻ അതുകൊണ്ട് വരുന്നവരൊക്കെ ഉണ്ട്. 50 രൂപയാണ് ഒരു പ്രാവശ്യം ബൈനോക്കുലർ യൂസ് ചെയ്യുക. അവർ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്യും. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയിൽ ഇന്ത്യൻ ആർമിയും റൈറ്റ് സൈഡിൽ പാകിസ്ഥാൻ ആർമിയും ഉണ്ടാവും ഫുൾ ടൈം. ഈ 2 മലകളുടെയും ഇടയിൽ കാണുന്ന സ്ഥലത്താണ് ആ പാകിസ്ഥാൻ വില്ലേജ്. ശരിക്കും ഇതിനെ പാകിസ്ഥാൻ വില്ലേജ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ അധിനിവേശപ്പെടുത്തിയ ഇന്ത്യ ആണത്. അത് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അതിർത്തി തർക്കം ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്നല്ലാതെ പാകിസ്ഥാൻ ഇന്ത്യയുടെ എത്രത്തോളം ഭാഗം കൈയടക്കി വെച്ചിട്ടുണ്ട് എന്ന് പലർക്കും അറിയില്ല. നമ്മൾ ഈ റെഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. അതായത് മാപ്പ് പ്രകാരം പ്രോപ്പർ ഇന്ത്യയിൽ തന്നെ. എന്നാൽ നുഴഞ്ഞുകയറ്റത്തിലൂടെ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്നത് ഇത്രയും സ്ഥലമാണ്. അതായത് സ്ഥലത്തിന്റെ വിസ്തീർണം നോക്കിയാൽ മൊത്തം കേരളത്തിനേക്കാൾ കൂടുതൽ സ്ഥലം പാക് ഒക്യുപ്പൈഡ് ഇന്ത്യ ആണ്. ഇപ്പോൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇന്ത്യ അംഗീകരിച്ചിരിക്കുന്ന നിയന്ത്രണ രേഖയാണ് അവരിപ്പോൾ അതിർത്തിയായിട്ട് കണക്കാക്കുന്നത്. നമ്മൾ പാകിസ്ഥാന്റെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, തൊട്ടപ്പുറത്തുള്ള ചൈനയും ഇത് തന്നെയാണ് പരിപാടി. റൈറ്റ് സൈഡിൽ കാണുന്ന അത്രയും സ്ഥലം ചൈനക്കാരും നമ്മുടെ നിന്ന് തട്ടിയെടുത്തിട്ടുണ്ട്. ആ മാർക്ക് ചെയ്തിരിക്കുന്ന പാങ്കോങ് ലേക്ക് എന്ന വലിയ തടാകത്തിലേക്ക് നമ്മൾ നാളെ പോകുന്നുണ്ട്. എന്തായാലും പാക് അധിനിവേശ ഇന്ത്യയുടെ ഒരു ഭാഗമൊക്കെ കണ്ട് നമ്മൾ തിരിച്ചു പോരുകയാണ്. എന്നാലും ഈ 2 രാജ്യങ്ങളുടെ കണ്ണ് നമ്മുടെ ഈ കശ്മീരിലേക്കും ലഡാക്കിലേക്കും ഒക്കെ ആണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ്. ചൈന കൈയടക്കി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ ആൾ താമസമൊന്നുമില്ലാത്ത മൊത്തം മഞ്ഞുമലകൾ തന്നെയാണ്. എന്നാൽ പാകിസ്ഥാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഗ്രാമങ്ങളും ഒക്കെയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്. അതും ആ ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ സപ്പോർട്ടോടുകൂടെ തന്നെയാണ് പാകിസ്ഥാൻ മിലിറ്ററി അവിടെ കയറിയെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഈ വണ്ടിയെ കുറിച്ച് 2 വാക്ക് പറയണ്ടേ. ഒരു നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മൾ ഈ ഓടിക്കുന്ന ജിംനി.
ഡ്രൈവിംഗ് കംഫർട്ട് ഒരു രക്ഷയില്ല. മാരുതിയുടെ ബാക്കി വണ്ടികളൊക്കെ ഒരു ഓക്കെ ഫീലിംഗേ തരാറുള്ളൂ. അതിന്റെ ഒപ്പം ഇത് 4x4 കൂടെ ആകുമ്പോൾ കംഫർട്ട് കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നല്ല കംഫർട്ടായിരുന്നു. ഫ്രണ്ട് സീറ്റ് രണ്ടും നല്ല സുഖമാണ് ഇരിക്കാനും. ബാക്ക് സീറ്റ് രണ്ടും ഓക്കെ ആണെങ്കിലും ചെറിയ സീറ്റ് ആയതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും. 2 പേരാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ബാക്കിൽ 3 പേര് ടൈറ്റ് ആയിരിക്കും. ചെറിയ സീറ്റ് ആണെന്ന് ഒഴിച്ചാൽ ബോഡി റോളോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഈ വണ്ടിക്കില്ല. അങ്ങനെ പോരുന്ന വഴിക്ക് നമ്മളൊരു ഗ്രാമത്തിലെത്തി. തട്ടായിട്ടുള്ള ആ കൃഷിപ്പാടങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് അങ്ങോട്ട് ഇറങ്ങി നോക്കാന്ന് വെച്ചു. ഈ വില്ലേജിന്റെ പേരൊന്നും അറിയില്ല, ടൂറിസ്റ്റ് ഒന്നും വരാറില്ലാത്ത ഏതോ ഒരു ഉൾഗ്രാമമാണിത്. ഹലോ. കുട്ടികളുടെയൊക്കെ ഓട്ടവും നോട്ടവും ഒക്കെ കണ്ടിട്ട് പുറത്തുനിന്നുള്ള ആൾക്കാരൊന്നും ഇതുവരെ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും ആ കുട്ടികൾ പോയ വഴിയിലൂടെ നമ്മളും താഴേക്ക് ഇറങ്ങി. വിളവെടുക്കലൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കിടക്കുന്ന കൃഷിപ്പാടത്തൂടെ കുറച്ച് ആടുകൾ മാത്രമാണ് ഇവിടെയുള്ളത്. ആടെന്ന് പറയുമ്പോൾ ഇത് സാധാരണ ആടല്ല കേട്ടോ, പശ്മീന എന്ന ചെമ്മരിയാടിന്റെ ഇനത്തിൽപ്പെട്ട ഒരു സുന്ദരൻ ആടാണിത്. ഷോളും ഡ്രസ്സും ഒക്കെ ഉണ്ടാക്കാനാണ് ഇവരുടെ രോമം ഉപയോഗിക്കാറുള്ളത്. നല്ല വിലയുണ്ട് ഈ ആടിന്. കല്ലും ചെളിയും ഒക്കെ വെച്ച് കെട്ടിപ്പൊക്കിയ 10-25 വീടുകളും പിന്നെ ഒരു മൊബൈൽ ടവറും ഒരു കടയും മാത്രമുള്ള ചെറിയൊരു വില്ലേജാണിത്. ഈ കൃഷിയും ആടുവളർത്തലും ഒക്കെ തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ സമ്മർ തുടങ്ങുമ്പോഴാണ് ആവശ്യത്തിന് വെള്ളം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് കൃഷിയൊക്കെ തുടങ്ങാറാവുന്നേ ഉള്ളൂ. ഈ പാടങ്ങളൊക്കെ കൃഷി ഇറക്കി ഫുള്ള് പച്ചപ്പിൽ നിൽക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായതിനെ കാണാൻ. നാൻസി പതുക്കെ ഇവിടുത്തെ പിള്ളേരുമായിട്ടൊക്കെ കമ്പനിയായി. 2 പേർക്കും പരസ്പരം ഭാഷ മനസ്സിലാവില്ലെങ്കിലും ചിരി തന്നെയാണ് ഇവരുടെ ഭാഷ. നല്ല ക്യൂട്ട് കുട്ടികളാണ് കേട്ടോ എല്ലാവരും. അല്ലെങ്കിലും ഈ കാശ്മീർ ലഡാക്ക് ഏരിയയിലുള്ളവരെയൊക്കെ കാണാൻ നല്ല സൗന്ദര്യമാണെന്ന് എനിക്ക് മുമ്പും തോന്നിയിട്ടുണ്ട്. നോക്ക്, നല്ല നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ. ഇത്രയും കുട്ടികളുള്ള ഈ വില്ലേജിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം ഇത് കണ്ടോ, ഈ സൈഡിൽ ഒരു വലിയ കുഴിയാണ്. അവിടെ ഒരു മതിൽ പോലുമില്ല. ഇത് ഈ ഒരു സൈഡ് മാത്രമല്ല, താഴെ ഭാഗത്തും ഒരു വലിയ ആഴത്തിലുള്ള ഒരു പുഴയാണ്. അങ്ങോട്ടൊക്കെ പിള്ളേരെ ഇറങ്ങാതിരിക്കാൻ ഒരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പുഴയിലുള്ള ആ പാലം ക്രോസ് ചെയ്താണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്കാണെങ്കിൽ ഈ കുട്ടികളെയൊക്കെ കണ്ടപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പ്രായമായിട്ടുള്ള ആരെയും ഈ ഏരിയയിലൊന്നും കണ്ടില്ല എന്ന് മാത്രമല്ല, ഇത്രയും ലേറ്റ് ആയിട്ട് നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തു. ഇപ്പോൾ 7 മണിയായിട്ടുണ്ടായിരുന്നു സമയം. എന്തായാലും നെക്സ്റ്റ് ടൈം ഈ ലഡാക്കിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ വന്ന് കുറച്ചും കൂടെ ടൈം കൂടുതൽ ഇവിടെ സ്പെൻഡ് ചെയ്യണം. നമ്മൾ തിരിച്ചു പോകാറായപ്പോഴത്തേക്കും കുട്ടികളുടെ എണ്ണം കൂടി. നമ്മുടെ കയ്യിലാണെങ്കിൽ ആകെ 4-5 ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു വില്ലേജിലേക്കൊക്കെ വരാൻ പ്ലാനൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് സ്വീറ്റ്സ് ഒന്നും കയ്യിൽ കരുതിയില്ല. എന്നാലും ഇവിടെ ഒരു കടയുണ്ടല്ലോ എന്ന് ഓർത്ത് കടയിൽ ചെന്നപ്പോൾ അയാൾ കൂട്ടിപ്പോയി. അയാളുടെ വീട് ഈ ഗ്രാമത്തിലല്ലാത്ര. വേറെ വല്ല കടയിലും പോകാമെന്ന് ഓർത്താ ഒരു 10-25 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ കടകളോ ഗ്രാമങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഈ കളിക്കുന്ന കുട്ടികൾക്ക് മിഠായി പോലും കൊടുക്കാൻ പറ്റാത്ത സങ്കടത്തിൽ നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ്. ഇതാണ് ബ്ലൂ ഷീപ്പ്. ചൈന ഏരിയയിലൊക്കെ കൂടുതലായിട്ട് കാണാറുള്ള ബാറൽ എന്ന ഈ ബ്ലൂ ഷീപ്പിന് മെയിലിന് വലിയ കൊമ്പും ഫീമെയിലിന് ചെറിയ കൊമ്പുമാണ് ഉണ്ടാവുക. ഇത് കുട്ടിയാണ്. പേര് ബ്ലൂ ഷീപ്പ് എന്നാണെങ്കിലും ആളുടെ കളറ് വെള്ള തന്നെയാണ് കേട്ടോ. ഇവരുടെ ഈ കളറുമായിട്ട് മാച്ച് ആവുന്ന സ്ഥലത്താവും കൂടുതൽ സമയവും എന്നുള്ളതുകൊണ്ട് ഇവരെങ്ങനെ കണ്ടുപിടിക്കാനും അത്ര എളുപ്പമല്ല. സൂര്യൻ അസ്തമിക്കാറായപ്പോഴത്തേക്കും നമ്മൾ സാൻഡ് ഡ്യൂൺസിന്റെ അടുത്തെത്തി. ഇവിടെ തന്നെയാണ് ഇന്നത്തെ സ്റ്റേയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഒട്ടക സഫാരി ഒന്ന് ട്രൈ ചെയ്യാനാണ് പ്ലാൻ. അപ്പോൾ നമ്മൾ ജിംനിയുടെ കാര്യം പറഞ്ഞപ്പോൾ മൈലേജ് പറഞ്ഞില്ലല്ലോ. ഈ ലഡാക്കിലെ ടെറൈനിൽ നമുക്ക് ആവറേജ് 16 കിലോമീറ്റർ മൈലേജ് ഉണ്ടായിരുന്നു. അതും ഇടയ്ക്ക് ഓഫ് റോഡും മണലും 4x4 മോഡും ഒക്കെ ഇട്ട് ഓടിച്ചിട്ടും അത്രയും മൈലേജ് എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മൈലേജ് തന്നെയാണ്. മാനുവൽ ഗിയർ വേർഷനാണ് ഈ വണ്ടി. ഓട്ടോമാറ്റിക്കിന് മൈലേജ് ഇതിനേക്കാളും കുറവാണ്. വണ്ടി മൊത്തത്തിൽ നല്ലതാണെങ്കിലും പക്ഷെ ചെറിയ വണ്ടിയാണ്, സ്റ്റോറേജ് സ്പേസ് കുറവാണ്, പ്ലാസ്റ്റിക് ബിൽഡൊക്കെ ഒരു ആവറേജ് ആണ്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് പോരായ്മകളൊക്കെ ജിംനിക്ക് ഉണ്ട് എന്നുള്ളതും പറയാതിരിക്കാൻ പറ്റില്ല.
ഹുണ്ടർ എന്നോ ഹണ്ടർ എന്നൊക്കെ വായിക്കാൻ പറ്റുന്ന ഈ സാൻഡ് ഡ്യൂൺസിലെ പ്രധാന ആകർഷണം ഈ ഒട്ടക സഫാരിയാണ്. ലോകത്തിപ്പോ 2 തരം ഒട്ടകങ്ങളാണല്ലോ അവശേഷിക്കുന്നത്. ഒരു ഹമ്പുള്ള അറേബ്യൻ ഒട്ടകവും 2 ഹമ്പുള്ള മംഗോളിയൻ ക്യാമലും. ഇതിൽ മംഗോളിയൻ ക്യാമലാണ് ഇവിടെയുള്ളത്. പക്ഷെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ലോകത്തുള്ള ഒട്ടകങ്ങളിൽ 94% ഒറ്റ മുഴയുള്ള അറേബ്യൻ ക്യാമൽസ് ആണ്. ബാക്കി 6% മാത്രമാണ് ഈ 2 ഹമ്പുള്ള ഒട്ടകങ്ങൾ. അതിൽ കുറച്ചെണ്ണം ഇവിടെയാണ്. ഇന്ത്യയിൽ വേറെ എവിടെയും ഈ മംഗോളിയൻ ക്യാമൽസ് ഇല്ല. നമ്മൾ എന്തായാലും ഒരു ക്യാമൽ റൈഡ് പോവാണ്. ഈ മണലിലൂടെ ഒരു 15 മിനിറ്റ് നടന്ന് തിരിച്ചു വരുന്നതാണ് ക്യാമൽ റൈഡ്. ഒരു പാവത്താൻ മൃഗമാണ് കേട്ടോ ഇത്. ഈ മംഗോളിയൻ ക്യാമലൊക്കെ ലഡാക്കിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിന് പുറകിലൊരു വലിയ ചരിത്രമുണ്ട്. 2-ാം നൂറ്റാണ്ട് മുതൽ ഒരു 15-ാം നൂറ്റാണ്ട് വരെ ഇവിടെ ഉണ്ടായിരുന്ന 6400 കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്ന ഒരു വലിയ റോഡായിരുന്നു സിൽക്ക് റോഡ് അഥവാ പട്ടുനൂൽപാത. ആ റൂട്ടിൽ പോകുന്നുണ്ടായിരുന്നവര് വ്യാപാര ആവശ്യത്തിന് ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒട്ടകങ്ങളെയായിരുന്നു അന്ന് പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത്. മെയിൻ സിൽക്ക് റൂട്ട് ഈ ഏരിയയിൽ അല്ലെങ്കിലും അതിന്റെ ഒരു ഭാഗം ഈ ലഡാക്ക് ഏരിയയിലൂടെ പോകുന്നതുകൊണ്ട് അന്ന് ഇവിടെ എത്തിപ്പെട്ടതാണ് ഈ ഇരട്ട മുതുകൻ ഒട്ടകങ്ങൾ. 120 കിലോമീറ്റർ ദൂരം വരെയൊക്കെ ഒരൊറ്റ പോക്കിൽ റെസ്റ്റ് എടുക്കാതെ നടക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അന്ന് വ്യാപാരികൾ കച്ചവടത്തിന് പോകുമ്പോൾ ഈ ഒട്ടകങ്ങളെ കൂടെ കൂട്ടിയിരുന്നത്. മാത്രമല്ല ഒരു 500-600 കിലോ വരെയൊക്കെ ഭാരമുള്ള ഒരൊട്ടകത്തിന് അത്ര തന്നെ ലോഡും ചുവന്നുകൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ ഭക്ഷണം കിട്ടുന്ന സമയത്ത് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളമൊക്കെ കുടിച്ചിട്ട് അതൊക്കെ കൊഴുപ്പാക്കി മുതുകിൽ ശേഖരിച്ചു വെച്ച് പിന്നെ ദിവസങ്ങളോളം ഒന്നും കഴിക്കാതെ നടക്കാനും പറ്റും ഇവർക്ക്. എന്തായാലും കുറച്ചു നേരം ഒട്ടക സഫാരിയൊക്കെ കഴിഞ്ഞ് സൂര്യൻ താന്നു തുടങ്ങിയതോടെ നമ്മൾ റൂമിൽ പോയി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ട്രിപ്പ് തുടങ്ങി. ഇന്ന് നേരെ പാങ്കോങ്ങിലേക്ക് പോകാനാണ് പരിപാടി. ഇതൊക്കെ നമ്മൾ ഇന്നലെ പോയ ആ ഷ്യോക്ക് റിവർ തന്നെയാണ്. സാൻഡ് ഡ്യൂൺസ് ഭാഗത്ത് മൊത്തം മണലാണെങ്കിൽ ഇവിടെ മൊത്തം ഉരുളൻകല്ലുകളാണ്. നമ്മൾ ഷോർട്ട് കട്ട് അടിക്കുന്നതല്ല, ഇത് തന്നെയാണ് ശരിക്കുള്ള വഴി എന്നുള്ളതാണ് രസം. വെള്ളമില്ലാതെ വറ്റിക്കിടക്കുന്ന പുഴയിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ മുന്നിലേക്ക് പോവാണ്. ഇങ്ങനെ ഓപ്പൺ ആയ സ്ഥലം കണ്ടിട്ട് നമുക്ക് മാത്രമല്ല വണ്ടിക്ക് തന്നെ ഓടാൻ കൊതിയാണെന്നാണ് തോന്നുന്നത്. ചുറ്റും മലനിരകളൊക്കെ ആയിട്ട് ഒരു മരം പോലും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ള ഓപ്പൺ സ്ഥലം. നേരത്തെ പറഞ്ഞ സിൽക്ക് റൂട്ട് നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഏഷ്യ വൻകരയിലെ പല രാജ്യങ്ങളും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഈ റൂട്ടായിരുന്നു. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് റോഡല്ലാതെ വൈഡായിട്ട് കിടന്നിരുന്ന കച്ചവടക്കാരൊക്കെ യാത്ര ചെയ്തിരുന്ന ഒരു റൂട്ടാണ് സിൽക്ക് റൂട്ട്. പ്രധാനമായിട്ടും ചൈനയിലെ സിൽക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപാരം ചെയ്യാനായിട്ട് കച്ചവടക്കാർ ഉപയോഗിച്ചിരുന്ന വഴി ആയതുകൊണ്ടാണ് ഇതിനെ സിൽക്ക് റൂട്ട് എന്ന് വിളിക്കുന്നത്. ഏഷ്യയിലെ പല രാജ്യങ്ങളും തമ്മിൽ സംസ്കാരത്തിലും കാർഷിക വിളകളൊക്കെ കൈമാറുന്നതിലും അടക്കം ഒരു കണക്ഷൻ വന്നത് സിൽക്ക് റൂട്ടിലെ കച്ചവടക്കാർ വഴിയായിരുന്നു. അന്ന് ചൈന ഏരിയയിൽ നിന്ന് നമ്മൾ പോകുന്ന ഈ ഷ്യോക്ക് റിവറിന്റെ സൈഡിലൂടെ പാകിസ്ഥാനിലേക്കും അവിടുന്ന് തിരിച്ചുമൊക്കെ കച്ചവടക്കാർ യാത്ര ചെയ്യുന്ന വഴികൾ ഉണ്ടായിരുന്നു അത്ര. അങ്ങനെ മംഗോളിയയിൽ നിന്ന് വന്ന കച്ചവടക്കാരുടെ നിന്നാണ് ഈ ഹണ്ടറിൽ ഒട്ടകം എത്തിയത്. നമ്മൾ ഈ പോകുന്ന സ്ഥലത്ത് മുകളിൽ മൊത്തം മണലാണെങ്കിലും പണ്ട് ഇവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ മണൽക്കാറ്റ് വന്ന് ഈ റോഡിന്റെ മുകളിലൊക്കെ മണൽ വന്ന് അടിഞ്ഞുകൂടിയതാ. ഈ ഷ്യോക്ക് റിവറിലെ നുബ്ര ഏരിയയിലാണ് ഇങ്ങനെ ഫുൾ മണൽക്കൂനകളുള്ളത്. ബാക്കി എല്ലായിടത്തും ഉരുളൻകല്ലുകളാണ്. നിങ്ങൾ ലഡാക്കിലേക്ക് വരുമ്പോൾ സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരു കംഫർട്ട് യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാർ എടുത്തിട്ട് കറങ്ങാം. അത് സേഫും ആണ്, തണുപ്പിന്റെ പ്രശ്നങ്ങളും അത്രയ്ക്കൊന്നും ബാധിക്കില്ല. എന്നാൽ ശരിക്കും ലഡാക്ക് എക്സ്പ്ലോർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബൈക്ക് റെന്റിന് എടുത്തിട്ട് വരുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ മലനിരകളുടെ ഇടയിൽ തണുപ്പത്ത് ഈ നീണ്ടു കിടക്കുന്ന റോഡിലൂടെ ബൈക്ക് ഓടിച്ച് പോകുന്നത് ഒരു ഫീല് തന്നെയാണ്.
ഈ പുഴ മെലിഞ്ഞൊഴുകുന്ന കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ സാധാരണ എന്ന് വിചാരിക്കരുത്. മഞ്ഞുരുകി തുടങ്ങുന്ന ജൂലൈ മുതലൊക്കെ ഈ ഷ്യോക്ക് നിറഞ്ഞൊഴുകാറുണ്ട്. ഒരാഴ്ച മുമ്പ് അപ്രതീക്ഷിതമായിട്ട് പുഴയിൽ വെള്ളം കൂടി ഒരു മിലിറ്ററി ടാങ്കൊക്കെ അപകടത്തിൽ പെട്ടു എന്നൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. അത് ഈ ഷ്യോക്ക് റിവറിലാണ്. ചൈനയായിട്ടുള്ള നിയന്ത്രണ രേഖ അടുത്തായതുകൊണ്ട് തന്നെ ഈ ഏരിയയിലൊക്കെ മിലിറ്ററി സാന്നിധ്യം കൂടുതലാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഈ പാങ്കോങ് ലേക്കിനടുത്തുള്ള തങ്സെ എന്ന സ്ഥലത്ത് ചെന്ന് സ്റ്റേ ചെയ്ത് നാളെ രാവിലെ പാങ്കോങ്ങിലേക്ക് പോകാനാണ്. ലഡാക്കിലെ ഏറ്റവും ഭംഗിയുള്ള തടാകം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പാങ്കോങ്. ഈ കാണുന്ന ഷ്യോക്ക് എന്ന ഗ്രാമം വരെ സിന്ധു നദിയോട് ചേർന്ന് വന്ന് ഇവിടുന്ന് ടങ്സെ എന്ന വില്ലേജിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പ്ലാൻ. ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് നാളെയാണ് നമ്മൾ ലേക്കിലേക്ക് പോകുന്നുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ബ്ലൂ ഷീപ്പ്. ലഡാക്കിൽ പൊതുവെ വൈൽഡ് അനിമൽസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ അത്ര എളുപ്പമല്ലെങ്കിലും നമ്മുടെ ഈ യാത്രയിൽ എന്തെങ്കിലും ഇതുപോലെ ഓരോ അനിമൽസിനെയൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ എപ്പിസോഡിൽ കുറച്ച് കൂടുതൽ അനിമൽസിനെയും ബേഡ്സിനെയൊക്കെ കണ്ടു കേട്ടോ. ഈ ബ്ലൂ ഷീപ്പിന്റെ കൊമ്പ് കണ്ടോ? മെയിലിനാണ് ഇത്രയും വലിയ കൊമ്പ്, ഫീമെയിലിന്റെ ചെറിയ കൊമ്പാണ് ഉണ്ടാവുക. അങ്ങനെ വെയിലാറി തുടങ്ങി. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഈ മലനിരകളുടെ സൈഡിൽ കുറച്ച് ചെമ്മരിയാടുകൾ ഏളം വെയിലും കൊണ്ട് നടക്കുന്നു. ഒറ്റ നോട്ടത്തിൽ ഉറുമ്പരിക്കുന്ന പോലെ തോന്നുന്ന ഈ ആട്ടിൻകൂട്ടത്തിന്റെ കൂടെ ഒരു ആട്ടിടയനും ഉണ്ട്. ഒരു സൈഡിൽ നിന്നുള്ള ഗോൾഡൻ ലൈറ്റിൽ ആടുകളൊക്കെ ഇങ്ങനെ തിളങ്ങി നടക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടുന്ന് മുമ്പിലേക്ക് പോകുന്ന ടങ്സെ എന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി. കുറച്ച് പഴക്കമുള്ള ഒരു ബുദ്ധിസ്റ്റ് സ്റ്റൈലിലുള്ള ഒരു ഹോട്ടലാണ്. തണുപ്പിന്റെ കാര്യമാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും പോകുന്ന സ്ഥലത്തൊക്കെ തണുപ്പ് കൂടി വരികയാണ്. അപ്പോൾ റൂമിൽ വന്ന് ഡിന്നറും കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ പാങ്കോങ് ലേക്കിലേക്ക് ഇറങ്ങി. നമ്മുടെ റൂമിൽ നിന്ന് 65 കിലോമീറ്റർ ഉണ്ട് പാങ്കോങ്ങിലേക്ക്. ബോർഡർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല റോഡാണ് ലേക്ക് വരെ. നമ്മൾ ലേറ്റ് ആവാതിരിക്കാൻ രാവിലെ 5:30 തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. അതുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ആ സൂര്യനെ കാണുന്ന ഭാഗമൊക്കെ ചൈനയാണ് കേട്ടോ. ആ മലകളുടെ ഇപ്പുറത്താണ് പാങ്കോങ് തടാകം. പാങ്കോങ് TSO, അതായത് പാങ്കോങ് സോ എന്നാണ് ഇതിന് ഒഫീഷ്യലി പറയുക. സോ എന്നത് തടാകത്തിന് ലഡാക്കി ഭാഷയിൽ പറയുന്ന പേരാണ്. നമുക്ക് തടാകത്തിന്റെ സൈഡിലേക്കൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും. ഇങ്ങനെ ഈ ഹിമാലയൻ മലകളുടെ ഇടയിൽ ഇത്രയും വലിയൊരു തടാകം എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, അല്ല, തടാകത്തിന്റെ വലിപ്പം പറഞ്ഞില്ലല്ലോ അല്ലെ. 134 കിലോമീറ്റർ ആണ് ഈ തടാകത്തിന്റെ മൊത്തം ദൂരം. അതിൽ 45 കിലോമീറ്റർ ആണ് ഇന്ത്യയിലുള്ളത്, ബാക്കി ചൈനയിലാണ്. 40 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് കടലിലെ ഒരു ദ്വീപായിരുന്നല്ലോ ഇന്ത്യൻ ഭൂമി. അത് പതുക്കെ ഏഷ്യൻ വൻകരയോട് അടുത്ത് വന്നിട്ട് ഏഷ്യയോട് ചേർന്നപ്പോൾ ഉണ്ടായ ഫോഴ്സിൽ ആ ഇടിച്ച ഭാഗത്ത് ഇങ്ങനെ വലിയ മലകൾ ഉയർന്നു വന്നതാണത്രേ. അങ്ങനെ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെയും ഇന്ത്യൻ പ്ലേറ്റിന്റെയും ഇടയിൽ പെട്ടുപോയ കടൽ വെള്ളമാണത്രേ ഇങ്ങനെ വലിയ തടാകമായിട്ട് നിൽക്കുന്നത്. ഈ ഹിമാലയൻ മലകളുടെ ഇടയിൽ പല സ്ഥലത്തും വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള തടാകങ്ങൾ കാണാം. പിന്നെ ഇതിന്റെ ഒപ്പം മഞ്ഞുരുകുന്ന വെള്ളം കൂടെ ഇവിടെ വന്ന് നിറയും. 3 Idiots എന്ന ഹിന്ദി മൂവിയുടെ ഷൂട്ടിങ്ങിന്റെ അവസാന ഭാഗമൊക്കെ ഇവിടെയായിരുന്നല്ലോ. അപ്പോൾ ആ സിനിമയിലുള്ള സ്കൂട്ടറും സീറ്റും ഒക്കെ ഇവിടെ അതേപോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ആ ഒരു സിനിമയ്ക്ക് ശേഷമാണ് ഈ പാങ്കോങ്ങിലേക്ക് സഞ്ചാരികളുടെ ഇടയിൽ ഇത്ര ഫേമസ് ആയത്. ശരിക്കും ഈ തടാകത്തിന് ഒരു ഡാർക്ക് ബ്ലൂ കളറാണ്. പക്ഷെ രാവിലെ ലൈറ്റ് നേരെ ഓപ്പോസിറ്റ് ആകുമ്പോൾ ആ കളർ നമുക്ക് മനസ്സിലാവില്ല. ഉച്ച കഴിഞ്ഞിട്ട് ഈ ലേക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ ഉജാല കലക്കിയ നീല കളറായിരിക്കും. ഇവിടെ തടാകത്തിനോട് ചേർന്ന് ചെറിയ ടെന്റ് സ്റ്റേ ഒക്കെ അവൈലബിൾ ആണെങ്കിലും രാത്രി -डिग्री ഒക്കെയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നുള്ളതുകൊണ്ട് ഇവിടെ ടെന്റ് സ്റ്റേ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഈ തടാകത്തിന്റെ അടുത്ത് ടെന്റ് അല്ലാതെ പെർമനന്റ് കൺസ്ട്രക്ഷൻ റൂം ഒന്നും അവൈലബിൾ അല്ല.
വിജയും ഷിബിൻ ദാസും സുർജിത്തും ആണ് നമ്മുടെ കൂടെയുള്ളത്. ഇവര് ചെറുപ്പം മുതലുള്ള ഫ്രണ്ട്സ് ആണ് അത്ര. ഇവര് വേറൊരു ഇന്നോവയിലാണെങ്കിലും ഒരേ റൂട്ടിൽ ഒരുമിച്ച് തന്നെയായിരുന്നു യാത്ര. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇവരുടെ കൂടെ. അപ്പോൾ കുറച്ചു നേരം ഈ നീല തടാകത്തിന്റെ സൈഡിൽ സ്പെൻഡ് ചെയ്ത് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. അടുത്തൊരു മെയിൻ സ്ഥലം ഉംലിംഗ്ല പാസ് ആണ്. പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും ആസ്വദിച്ചിട്ടാണ് യാത്ര. വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ പുൽമേടുണ്ട് കുറേ ദൂരം. ആ പുൽമേട്ടിൽ നോക്കിയാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അനിമൽസിനെ കാണാം. ഇത് ടിബറ്റൻ വൈൽഡാസ് എന്ന ക്യാങ് ആണ്. ലഡാക്കിലും നേപ്പാളിലും ടിബറ്റ് ഏരിയയിലൊക്കെയാണ് ഇവരെ കാണാറ്. നമ്മുടെ കഴുതയുടെ ഷേപ്പ് ആണെങ്കിലും കളർ നല്ല ഭംഗിയാണ് കാണാൻ. എന്തെങ്കിലുമൊക്കെ സൗണ്ടോ ആൾക്കാർ വരുന്നതൊക്കെ കണ്ടാൽ ഇവരപ്പോൾ മലമുകളിലേക്ക് തന്നെ കയറി പോകും. അവരങ്ങനെ കയറി പോയപ്പോൾ നമ്മൾ ഇനി മുമ്പിലേക്ക് പോവുകയാണ്. കുറച്ച് ദൂരം ഈ റോഡിലൂടെ തന്നെ പോയപ്പോൾ അടുത്തൊരു അനിമൽ, ഹിമാലയൻ മർമറ്റ് എന്ന കരണ്ടുതീനികളുടെ ഗണത്തിലെ ഏറ്റവും വലിയ ജീവിയാണിത്. വലിയ മാളങ്ങൾ ഉണ്ടാക്കി ഫാമിലി ആയിട്ട് താമസിക്കുന്ന ഇവര് വിന്റർ സീസണിൽ ഒരു 6-7 മാസത്തോളം മാളത്തിനകത്ത് തന്നെ കുംഭകർണനെ പോലെ ശിശിരനിദ്രയിലാവും. വർഷത്തിൽ 6 മാസം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് കൊഴുപ്പൊക്കെ ശേഖരിച്ചു വെച്ച് ബാക്കി 6 മാസം വെറും ഉറക്കം. വല്ലാത്തൊരു ജീവിതം തന്നെ. പരുന്തോ കുറുക്കനോ പോലെയുള്ള ജീവികളാണ് ഇവരെ പിടിക്കാൻ വരാറ്. ഈ മർമറ്റിന്റെ മാളത്തിന് ആവറേജ് 5 മീറ്ററൊക്കെ ആഴമുള്ളതുകൊണ്ട് എന്തെങ്കിലും മൃഗങ്ങളെയൊക്കെ കണ്ടാൽ പെട്ടെന്ന് മാളത്തിനകത്തേക്ക് കയറും. അങ്ങനെ സ്വയം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാളത്തിന്റെ ചുറ്റുവട്ടത്ത് തന്നെയായിരിക്കും കൂടുതൽ സമയം ഉണ്ടാവുക. ഇതേ കുറച്ച് യാക്കും ആടുകളും ഒക്കെ നിന്ന് പുല്ല് തിന്നുന്നു. നമ്മളിനി ഉംലിംഗ്ല പാസിലേക്ക് പോകാനാണ് പ്ലാനെങ്കിലും ഇന്ന് ഹാനിലെ പോയി സ്റ്റേ ചെയ്തിട്ട് നാളെ ഉംലിംഗിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് എല്ലായിടത്തും നിർത്തി പതുക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇത് ചക്രവാകം എന്നും തങ്കത്താറാവ് എന്നൊക്കെ വിളിക്കാറുള്ള റഡ്ഡി ഷീൽഡൊക്കെ ആണ്. നമ്മുടെ കാസിരംഗ സ്റ്റോറിയിലൊക്കെ പറഞ്ഞ പോലെ ഫുൾ ടൈം ഇങ്ങനെ ഇണകളായിട്ട് ഇവരെ കാണാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് സഞ്ചരിക്കാറില്ല ഈ തങ്കത്താറാവ്. പിന്നെ ഇത് എരണ്ട പക്ഷികളുടെ ഇനത്തിൽപ്പെട്ട വാലനെരണ്ട എന്ന നോർത്തേൺ പിൻറ്റെയിലാണ്. ദേശാടന പക്ഷിയായിട്ടുള്ള ഈ വാലനെരണ്ട ബ്ലാക്ക് തലയുള്ളത് മെയിലും ബ്രൗൺ തലയുള്ളത് ഫീമെയിലുമാണ്. ഈ പക്ഷി അത്ര റെയർ ഒന്നും അല്ലാതെ ബാക്ക് വാട്ടർ ഏരിയയിലൊക്കെ കോമൺ ആയിട്ട് കാണാറുണ്ടെങ്കിലും ലഡാക്കിൽ അത്ര കോമൺ അല്ല. നമ്മളങ്ങനെ മുമ്പിലേക്ക് പോകുന്ന വഴിക്ക് ദൂരെ ഒരു ലേക്ക് കണ്ടു. ഇവിടുന്ന് കാണുമ്പോൾ ഫ്രീസ് ആയിട്ട് കിടക്കുന്ന പോലെ തോന്നിയതുകൊണ്ട് നമുക്ക് വണ്ടി ഒന്ന് ഇറക്കി നോക്കാമെന്നും പറഞ്ഞ് നമ്മുടെ സുധീഷ് ഭായ് വണ്ടി താഴേക്ക് ഇറക്കുകയാണ്. അങ്ങോട്ട് പ്രോപ്പർ ആയിട്ടുള്ള വഴിയൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വണ്ടി ഇറങ്ങിപ്പോയ പാടൊക്കെ കാണാനുണ്ട്. തടാകത്തിന്റെ അടുത്തെത്തി നമ്മൾ ടെമ്പറേച്ചർ നോക്കിയപ്പോൾ 0 ഡിഗ്രിയാണ് കാണിച്ചത്. ഇങ്ങനെ മണ്ണിനോട് മുട്ടിക്കിടക്കുന്ന കുറച്ച് സ്ഥലത്തൊഴികെ ഈ തടാകം മൊത്തം ഫ്രീസായി കിടക്കുക. സമ്മർ സമയത്ത് ഇങ്ങനെ ലേക്കൊക്കെ സാധാരണ ഫ്രീസായി കിടക്കുന്ന കാണാറില്ല അത്ര. രാത്രി മൈനസ് ടെമ്പറേച്ചർ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഐസായിട്ട് കിടക്കുന്നത്. ഇപ്പോൾ മുകളിലത്തെ പാളി ഐസ് ആണെങ്കിലും അടിയിൽ വെള്ളം ആയതുകൊണ്ട് ചിലപ്പോൾ അത്ര കട്ടി ഉണ്ടാവാൻ സാധ്യതയില്ല. വിന്റർ ടൈം ആണെങ്കിൽ ഇങ്ങനെ ഫ്രീസായി കിടക്കുന്ന ലേക്കിന് മുകളിലൂടെ കാറൊക്കെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റൂത്രേ. മിറ്റ്പാൽസോ എന്നാണ് ഈ തടാകത്തിന്റെ പേര്. ഒറ്റയ്ക്കൊന്നും ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണ്ട, കാരണം ഒരു 100 കിലോമീറ്ററോളം ഒരു വീടോ ആൾക്കാരോ ഒന്നും ഇല്ലാത്ത ഏരിയ ആണിത്. ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു തടാകം മൊത്തം ഐസായിട്ട് കിടക്കുന്ന കാണുന്നത്. അപ്പോൾ കുറച്ചു നേരം ഇവിടെ നിന്ന് ഫ്രോസൺ ലേക്കൊക്കെ കണ്ടും നടന്നുമൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് റോഡിലേക്ക് കയറി. നമ്മൾ ആ ലേക്കിന്റെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ചെറുതായിട്ട് സ്നോഫോളൊക്കെ ഉണ്ടായിരുന്നു. ലഡാക്കിൽ മഴ പെയ്യാറില്ല എന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇത്രയും ഹൈറ്റുള്ള സ്ഥലമായതുകൊണ്ട് കാർമേഘത്തിൽ നിന്ന് വരുമ്പോൾ തന്നെ തണുത്തുറഞ്ഞ് സ്നോ ആയിട്ടാണ് നിലത്തേക്ക് വീഴുക. അപ്പോൾ ഇങ്ങനെ ഹൈറ്റ് കൂടിയ ചുരം പോലെയുള്ള റോഡിലൊക്കെ മഞ്ഞുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്.
ഇനി നിങ്ങൾ ലഡാക്കിലേക്ക് സ്വന്തം വണ്ടിയും കൊണ്ട് വരുമ്പോൾ പെട്രോളൊക്കെ എക്സ്ട്രാ കരുതണമെന്ന് മിക്കവരും ചോദിക്കാറുണ്ട്. നിങ്ങളുടെ വണ്ടിയിൽ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ 200 കിലോമീറ്റർ ഓടാൻ പറ്റുമെങ്കിൽ എക്സ്ട്രാ പെട്രോൾ ഒന്നും കരുതേണ്ട കാര്യമില്ല. ആകെ ലേ മണാലി റൂട്ടിൽ മാത്രമാണ് ഒരു 300 കിലോമീറ്ററോളം പെട്രോൾ സ്റ്റേഷൻ ഇല്ലാത്ത. ലഡാക്കിൽ മാത്രം കറങ്ങാനാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ ധാരാളമാണ്. ഈ കക്സാംഗ്ല ടോപ്പിൽ നിന്നാൽ നമ്മൾ നേരത്തെ പോയ ആ ലേക്കിന്റെ ഒരു ഭാഗം കാണാം. 17,851 ഫീറ്റ് ആണ് ഈ സ്ഥലത്തിന്റെ ഉയരം. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലൊക്കെ സ്നോ നല്ല കട്ടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. സ്ഥിരം വണ്ടി പോകുന്ന ഒരു വഴിയല്ലാത്തതുകൊണ്ട് ഇവിടെ സ്നോ വന്ന് റോഡ് മൂടിക്കിടന്നാലും മിലിറ്ററി ഈ ഭാഗം വന്ന് ക്ലിയർ ചെയ്യാനൊന്നും സാധ്യതയില്ല. ഞങ്ങൾ ഈ വഴി ഒരു 100 കിലോമീറ്ററോളം വന്നിട്ടും ഒരൊറ്റ വണ്ടി പോലും ഓപ്പോസിറ്റോ അല്ലെങ്കിൽ ഞങ്ങൾ വന്ന സൈഡിലോ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമൊക്കെ കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ആടുകളെ മേച്ചുകൊണ്ട് മഞ്ഞിലൂടെ നടക്കുന്നു. ഇടയ്ക്ക് നമ്മളെ നോക്കുന്നുണ്ടെങ്കിലും ഇടയനാണോ ഇടയത്തിയാണോ എന്ന് തിരിച്ചറിയാൻ മുഖം പോലും കാണാനില്ല. അങ്ങനെ ചുരം മൊത്തം ഇറങ്ങി നമ്മൾ റോഡിലെത്തി. ഇവിടെ ആട്ടിടയന്മാരുടെ വീട് കണ്ടപ്പോൾ ഒന്ന് വണ്ടി നിർത്തിയതാ. ഈ മൺകട്ട കൊണ്ടുണ്ടാക്കിയ വീട്ടിലാണ് ഇവർ ഫാമിലി ആയിട്ട് താമസിക്കുക. അതിനോട് ചേർന്ന് കല്ലുകളൊക്കെ അടുക്കി കെട്ടി വെച്ച് ഒരു കൂടുണ്ടാക്കി അതിലാണ് രാത്രി ആടുകളെ സേഫ് ആക്കിയിട്ട് നിർത്തുന്നത്. ഇവിടെ തന്നെ ഒരു വീടിന്റെ ഓണറും ഉണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് അയാളോട് സംസാരിച്ചിട്ട് നമ്മൾ ആ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് കയറുകയാണ്. ആടുകളെയൊക്കെ തീറ്റാൻ പുല്ലുള്ള സ്ഥലത്തേക്ക് പുള്ളിയുടെ മക്കൾ കൊണ്ടുപോയത്രേ. അവര് 4-5 ഫാമിലി ഇവിടെ വീടുണ്ടാക്കി താമസിക്കുന്നുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ടൗണിൽ വേറെ വീടും സ്വന്തം വണ്ടിയൊക്കെ ഉണ്ട്. അത്ര പാവപ്പെട്ടവരല്ല ഇവിടുത്തെ ആട്ടിടയന്മാര്. ഈ സമ്മർ സീസൺ കഴിഞ്ഞാൽ വിന്റർ വരുമ്പോൾ ഇവര് തിരിച്ച് ടൗണിലേക്ക് തന്നെ വരും. विंटर में ऐसे इधर ही बकरा पूरा डिब्बा बना के रखते ना, हाँ उसमें रखते हैं। फिर खाना बकरे के लिए घास और चढ़ाने के लिए जाते हैं। आपका नाम? हमारा नाम सुल्तान के लिए। പുള്ളിക്കാരനോട് കുറച്ചു നേരം സംസാരിച്ച് വീടൊക്കെ കണ്ട് നമ്മൾ ഇനിയും വരാന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുന്ന് കുറെ കിലോമീറ്റർ ഇനി നല്ല റോഡാണ്. ആ റോഡിന്റെ ഒക്കെ സൈഡില് ഇങ്ങനെ പല കളറിലുള്ള മലകൾ കാണാം. ലഡാക്ക് എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയത് ഈ ഹാൻലെ ഏരിയയിലുള്ള മലകൾ കണ്ടപ്പോഴാണ്. ഇങ്ങനെ ഈവനിങ് സൺലൈറ്റ് കൂടെ വന്നപ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുകയാണ് സ്ഥലമൊക്കെ. ടിബറ്റൻ വൈൽഡേഴ്സ് കുറച്ച് ദൂരെയാണെങ്കിലും ഈ ലൈറ്റിൽ അവരെ കാണാൻ ഒരു ഭംഗിയാണ് കേട്ടോ. നമ്മളിന്ന് ഹാൻലെ എന്ന സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ ഉംലിംഗ്ല പാസ് കയറാനാണ് പ്ലാൻ. വാന നിരീക്ഷണത്തിനൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ സ്ഥലമാണ് ഹാൻലെ. രാത്രിയൊക്കെ ക്ലിയർ സ്കൈയും നക്ഷത്രങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണത്. നട്ടപ്പാതിരയ്ക്ക് ഒരു ക്യാമറയുടെ സഹായവും ഇല്ലാതെ മിൽക്കി വേ ഒക്കെ ഇവിടെ നേരിട്ട് കാണാൻ പറ്റാറുണ്ട് അത്ര. ഈ പോകുന്ന വഴിക്ക് ആ മലകളുടെ കളർ ശ്രദ്ധിച്ചോ? ബ്രൗണും പച്ചയൊക്കെ മിക്സ് ആയിട്ട് ഓരോ കുന്നും ഓരോ കളറിലൊക്കെ ആരോ പെയിന്റ് അടിച്ച പോലെ നിൽക്കുന്നു. പോകുന്ന വഴിക്ക് കുറച്ചും കൂടെ രാത്രി ആയപ്പോൾ മലകളൊക്കെ 4-5 കളറുകളിൽ കണ്ടായിരുന്നു. പക്ഷെ ലൈറ്റ് പോയതുകൊണ്ട് അതൊന്നും എടുക്കാനും പറ്റിയില്ല. ഈ കളർ വ്യത്യാസം ഇവിടുത്തെ പുല്ലിന്റെ കളറല്ല, ഓരോ കുന്നിലുള്ള മണ്ണും ഓരോ കളറായിരുന്നു. അങ്ങനെ ഓൺ ദ വേ കണ്ടൊരു കൊക്കാണ് ഈ ബ്ലാക്ക് നെക്ഡ് ക്രെയിൻ എന്ന ടിബറ്റൻ കൊക്ക്. ഇന്ത്യയിലെ ഈ ഹാൻലെ പുഗാവാലി ഏരിയയിലാണ് ഈ കൊക്കിനെ സാധാരണയായിട്ട് കാണാറുള്ളൂ. തണുപ്പ് കാലത്ത് ഭൂട്ടാനിലും അതിനോട് ചേർന്നുള്ള ചൈനീസ് ഏരിയയിലൊക്കെ ജീവിക്കുന്ന ഈ കൊക്ക് പുഗാവാലിയുടെ അടുത്തുള്ള സോക്കാർ എന്ന തടാകത്തിനോട് ചേർന്നുള്ള ചതുപ്പ് സ്ഥലങ്ങളിലാണ് കൂടുകൂട്ടുന്നതും മുട്ടയിടുന്നതും ഒക്കെ. ഇത് ഞാൻ ആദ്യം കാണിച്ച ഫുൾ ടൈം കപ്പിളായിട്ട് മാത്രം ജീവിക്കുന്ന തങ്കത്താറാവ്. ഒരു മിനിറ്റ് പോലും പിരിഞ്ഞിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഈ ചക്രവാകത്തെ പ്രണയത്തിന്റെ പ്രതീകമായിട്ട് കവികളൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇവരുടെ പുറയിലുള്ളത് ബാർഹെഡഡ് ഗൂസ് എന്ന കുരുത്തലയൻ വാത്ത്. സമ്മർ സീസണിൽ ഇത്ര ഹൈ ആൾട്ടിറ്റ്യൂഡിലും ഹിമാലയ മലകളൊക്കെ നിർത്താതെ പറന്ന് ക്രോസ് ചെയ്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് വരാറുള്ള ഇവരെ കേരളത്തിന്റെ പാടങ്ങളിലും വളരെ കുറച്ചാണെങ്കിലും കാണാറുണ്ട്.
നമ്മൾ കിലോമീറ്ററുകൾ വന്നിട്ടും ഒരു പുൽമേട് പോലും കാണാത്ത ഈ സ്ഥലങ്ങളിലൊക്കെ ഇവർ ഈ ആട്ടിൻകൂട്ടത്തെ കൊണ്ട് മേയ്ക്കാൻ കൊണ്ടുപോയിട്ട് എന്താ കാര്യം എന്ന് ഓർത്തു ഞാൻ. എന്നാൽ തടാകങ്ങളോട് ചേർന്ന ചതുപ്പ് നിലങ്ങളിലൊക്കെ പുല്ലുണ്ടാവാറുണ്ട് അത്രേ. അങ്ങനെ പുല്ലുള്ള സ്ഥലങ്ങളിലാണ് ഇവർ ആട്ടിൻകൂട്ടത്തെ കൊണ്ടുവന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാറ്. രാത്രിയായപ്പോൾ റൂമിലെത്തി വന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി നേരെ ഉംലിംഗ്ല ടോപ്പിലേക്ക് പോവുകയാണ്. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. രാവിലെ 5:15 കേട്ടോ ഇവിടെ സൺറൈസിന്റെ ടൈം. പക്ഷെ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ റോഡ് ബ്ലോക്ക്, ഐസ് വീണ് കിടക്കുകയാണ് റോഡിലൊക്കെ. പിന്നെ നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങി. ഫുൾ ഓഫ് റോഡാണ്. കംപ്ലീറ്റ് ഓപ്പൺ ആയി കിടക്കുന്ന ലഡാക്കിന്റെ ഈ കുന്നിന്റെ മുകളിലേക്കൂടെയൊക്കെ എതുകൂടെ വേണമെങ്കിലും നമുക്ക് വണ്ടിയും കൊണ്ട് പോകാന്നുള്ളതുകൊണ്ട് നമ്മുടെ ഈ ട്രിപ്പ് എപ്പോഴും ഒരു അഡ്വഞ്ചർ മൂഡാണ്. ചെറിയൊരു ഓഫ് റോഡ് ട്രയലൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റോഡിലേക്ക് കയറി. ഏകദേശം ഒരു 50 കിലോമീറ്റർ ആണ് ഉംലിംഗ്ല ടോപ്പിലേക്കുള്ളത്. പക്ഷേ ഗൂഗിൾ മാപ്പിൽ ഇതുവരെ ആ റോഡ് ആഡ് ആയിട്ടില്ലാത്തതുകൊണ്ട് മാപ്പ് നോക്കി പോകാൻ പറ്റില്ല. 4-5 വർഷം മുമ്പ് വരെ കർദുംഗ്ല ടോപ്പ് എന്ന നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ പോയ സ്ഥലമായിരുന്നു ലോകത്തിന്റെ ഏറ്റവും ഉയരത്തിലുള്ള റോഡ്. ഇന്ത്യയിലെ എന്നല്ല കേട്ടോ, ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള റോഡാണ്. പിന്നെ ചൈനീസ് മിലിറ്ററിയുടെ കടന്നുകയറ്റം രൂക്ഷമായപ്പോൾ ഈ ബോർഡർ ഏരിയയിലെ പല സ്ഥലങ്ങളിലും പുതിയ റോഡുകൾ പണിത കൂട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഈ ഉംലിംഗ്ല വഴിയുള്ള റോഡ്. ഈ ഏരിയയിലുള്ള അവസാനത്തെ വില്ലേജ് ആയിട്ടുള്ള ദംചോക്കിലേക്ക് പോകാൻ സിന്ധു നദിയോട് ചേർന്നാണ് നിലവിലുള്ള വഴി ഉണ്ടായിരുന്നത്. എന്നാൽ ആ റിവറിന് തൊട്ടപ്പുറം വരെ ചൈനീസ് മിലിറ്ററി കൈവശപ്പെടുത്തിയപ്പോൾ ദംചോക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു വഴി ഉണ്ടാക്കിയതാണ് ഈ ഉംലിംഗ്ല ചുരം വഴിയുള്ള റോഡ്. പിന്നെ ഈ ബോർഡർ ഏരിയയിലൊക്കെ എപ്പോഴും ആളും അനക്കമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മിലിറ്ററി. അങ്ങനെ നമ്മളിതേ ഈ ചുരത്തിന്റെ ഏറ്റവും മുകളിലെത്തി. ഈ റോഡിന്റെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ഈ ഉംലിംഗ്ല. ടൂറിസ്റ്റോ ആൾക്കാരോ ഒന്നുമില്ലാത്ത കാലിയായിട്ട് കിടക്കുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റോഡ്. ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടും സഹിക്കാൻ പറ്റാത്ത തണുപ്പുള്ള ഈ സ്ഥലം 19,024 അടി ഉയരത്തിലാണ്. സാധാരണഗതിയിൽ മനുഷ്യന് സർവൈവ് ചെയ്യാൻ പറ്റാത്തത്ര ഉയരമാണ് ഈ 19,000 അടി എന്നൊക്കെ പറഞ്ഞാൽ. ഓക്സിജന്റെ അളവൊക്കെ തീരെ കുറവായിരിക്കും ഇവിടെ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത കാണിച്ചു തരാം കേട്ടോ. ഈ ഉംലിംഗ്ല വന്ന എപ്പോഴും ആൻഡ്രോയിഡ് ഫോണിൽ ഇന്ത്യൻ സമയവും ഐഫോണിൽ ചൈനീസ് സമയവുമാണ് കാണിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഐഫോണിൽ കാണിക്കുന്നത് 11:26, റൈറ്റ് സൈഡിൽ ആൻഡ്രോയിഡിൽ കാണിക്കുന്നത് 8:56. മൊബൈൽ നെറ്റ്വർക്ക് ഒന്നും കിട്ടാത്ത ഈ സ്ഥലത്ത് ഫ്ലൈറ്റ് മോഡ് ഓൺ ആയിട്ട് പോലും എല്ലാവരുടെയും ഐഫോണിലും ഓട്ടോമാറ്റിക്കലി ചൈനീസ് ടൈം വന്നു. ഇവിടെയുള്ള എല്ലാ സംഭവവും വേൾഡ് ഹൈയസ്റ്റ് ആണ് എന്നൊരു പ്രത്യേകതയുണ്ട്. വേൾഡ് ഹൈയസ്റ്റ് പാർക്കിംഗ് ഏരിയയിലാണ് നമ്മുടെ ജിംനി കിടക്കുന്നത്. പിന്നെ അടച്ചിട്ടിരിക്കുന്ന കഫേയും ടോയ്ലറ്റ് പോലും വേൾഡ്സ് ഹൈയസ്റ്റ് ആണ്. ഇത്രയും ഉയരത്തിലും ബ്ലൂ ഷീപ്പ് നടക്കുന്നുണ്ടോ. ഈ ഹിമാലയൻ ഏരിയയിലുള്ള പക്ഷികൾക്കും അനിമൽസിനും ഒക്കെ ഇവിടുത്തെ ഓക്സിജൻ ഇത്രയും കുറഞ്ഞ സാഹചര്യമൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഇവിടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ -6 ആയിരുന്നു കാണിച്ചത്. ഇത് ടിബറ്റൻ സ്നോകോക്ക് എന്ന പക്ഷിയാണ്. ഹിമാലയൻ സ്നോകോക്കുമായിട്ട് ചെറിയ സാമ്യം ഉണ്ടെങ്കിലും അതിനേക്കാൾ ചെറിയ ഈ പക്ഷി ടിബറ്റൻ ഏരിയയിലാണ് കൂടുതലായിട്ട് കാണാറ്. നമ്മുടെ കാടക്കോഴിയുടെ ചെറിയൊരു സാമ്യമുണ്ട് ഇതിനെ കാണാൻ. ഇന്ത്യയിൽ ലഡാക്ക് ഏരിയയിൽ മാത്രമാണ് ഇവരുള്ളൂ. ഇവിടെ അധിക സമയം നിന്നാൽ തലവേദനയോ ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. അതും പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റ് എടുക്കാതെയാണ് വന്നെങ്കിൽ നമുക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. ഞങ്ങളല്ലാതെ വേറൊരു വണ്ടി പോലും ഇല്ലാതിരുന്ന ഈ ഉംലിംഗ്ല പാസിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും നിൽക്കാതെ നമ്മൾ താഴേക്ക് ഇറങ്ങാണ്. നിൽക്കാതെ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പറ്റാതെ എന്നുള്ളതാണ് ശരി. 2 ജാക്കറ്റും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടും സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പ് തന്നെയായിരുന്നു ഇവിടെ. നമ്മുടെ അടുത്തുള്ള സ്ഥലം ദംചോക്ക് ആയിരുന്നു. ചൈനയായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ഒരു മിലിറ്ററി ക്യാമ്പും മിലിറ്ററിയുടെ തന്നെ ഒരു കഫേയും മാത്രമേ ഉള്ളൂ. പക്ഷെ മിലിറ്ററിക്കാർ നല്ല കമ്പനി ആയിരുന്നു. ഇനിയും വരണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വെൽക്കം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. പക്ഷെ അവരുടെ വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല എന്ന് മാത്രം. ഇതിന് പുറകിലാണ് ചൈന. നമ്മൾ ഇവിടുന്ന് കുറച്ച് മൊമോസ് ഓർഡർ ചെയ്തു. നല്ല ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തെ. അതും കഴിച്ച് ഈ മിലിറ്ററി ക്യാമ്പിന്റെ നേരെ ബാക്കിലേക്ക് പോവുകയാണ്. അവിടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്.
ഇവിടെ ഉറവയായിട്ടൊന്നുമില്ല, ഒരു ചെറിയ അരുവിന്ന് ഒഴുകി വരുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ്. നിങ്ങൾ ഈ കാണുന്നുണ്ടോ, ഇത് നല്ല ചൂടുള്ള ഹോട്ട് സ്പ്രിങ്, നല്ല ചൂടുവെള്ളം. അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് അവിടെ ഒരു വെള്ളം ഒഴുകി വരുന്നുണ്ട്. അത് ചൈനയിൽ നിന്ന്, ടിബറ്റിൽ നിന്ന്, മാനസ സരോവറിൽ നിന്ന് ഒഴുകി വരുന്ന സിന്ധുവാണ്, സിന്ധു നദി. അതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് ചൈന മലകളാണ്. ആ ചൈനയുടെ ബോർഡറാണ് ഈ കാണുന്നത്. ആ പുഴയുടെ തൊട്ട് ഇപ്പുറത്ത് പിന്നെ ഇന്ത്യയാണ്. ഇതേ ഒരു ചൈന കാർ വരുന്നു. ഇത്രയും അടുത്ത് നിന്ന് ചൈനയെ കാണാൻ പറ്റുന്ന വേറൊരു സ്ഥലം ലഡാക്കിലുണ്ടെന്ന് തോന്നുന്നില്ല. അവിടുത്തെ കാറുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അവിടുത്തെ. തൊട്ട് ഇപ്പുറത്തുള്ള ഇന്ത്യയും നേപ്പാളും പാകിസ്ഥാനും ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണെങ്കിലും ചൈനീസ് വണ്ടികളൊക്കെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. അതായത് സ്റ്റിയറിംഗ് ഒക്കെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടാവുക. ദേ ചൈനീസ് ഫ്ലാഗ് കണ്ടോ, ആ ബിൽഡിങ്ങിലും ചൈനീസ് ലിപിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ അടുത്ത് പോയത് വേറൊരു ഹോട്ട് സ്പ്രിങ്ങിലേക്കായിരുന്നു. അത് നമ്മളിപ്പോൾ കണ്ട പോലത്തെ ചെറിയൊരു അരുവിയല്ല, ഭൂമിയുടെ അടിയിൽ നിന്ന് തിളച്ച വെള്ളം ഇങ്ങനെ തെറിച്ചു വരുന്നൊരു സ്ഥലം. പുകാവാലി എന്നാണ് സ്ഥലത്തിന്റെ പേര്. സമ്മർ സമയത്ത് ഫുൾ പുല്ലൊക്കെ വളർന്ന് നല്ല ഭംഗിയാണ് ആ സ്ഥലം കാണാൻ. ഇപ്പോൾ പുല്ലൊക്കെ മുളച്ചു വരുന്നേ ഉള്ളൂ. ഐസ് വീണ് മിക്ക സ്ഥലവും ചതുപ്പായി കിടക്കുന്ന ഈ സ്ഥലത്ത് ഇങ്ങനെ ചെറിയ കുന്നുകൾ പോലെ മുളച്ചു നിൽക്കുന്നത് ഒരു അട്രാക്ഷനാണ്. ശരിക്കും ഹോട്ട് സ്പ്രിങ്ങിനേക്കാളും ഇങ്ങനെ ചെറിയ കുന്നുകളായി കിടക്കുന്ന പുൽമേട് കാണാനാണ് ആൾക്കാർ കൂടുതൽ വരുന്നത്. ഒരുപാട് ദൂരത്തേക്ക് പരന്നു കിടക്കുന്ന ഈ പുകാവാലിയുടെ സെൻട്രലായിട്ടാണ് ഹോട്ട് സ്പ്രിങ് ഉള്ളത്. അവിടുന്ന് ഇങ്ങനെ വെള്ളം തെറിക്കുന്നത് നമുക്ക് ദൂരെ നിന്നാലേ കാണാം. ഇതാണ് പുകാവാലി ഹോട്ട് സ്പ്രിങ്. മറ്റു സ്ഥലങ്ങളേക്ക് വെച്ച് നോക്കുമ്പോൾ ഇവിടെ തിളച്ച വെള്ളം പോലെയാണ് ചൂടുവെള്ളം വരുന്നത്. ആ കുറ്റി പോലെ കാണുന്ന ആരും ഉണ്ടാക്കിയതല്ല, കാലങ്ങളായിട്ട് വെള്ളം വീണ് സൾഫേറ്റിന്റെ അളവ് കൂടുതലായതുകൊണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടായതാണത്രേ. ആ തിളച്ച വെള്ളം -ഡിഗ്രിയിലേക്ക് തെറിക്കുമ്പോൾ ആവിയായിട്ട് പോകുന്നുണ്ടോ. ചില സമയത്ത് ഇതിനേക്കാൾ ശക്തിയിൽ മുകളിലേക്ക് വെള്ളം തെറിക്കാറുണ്ട് അത്രേ. അപ്പോൾ നമ്മളിനി തിരിച്ച് ലേയിലുള്ള നമ്മൾ സ്റ്റേ ചെയ്യുന്ന കേരള ഹൗസിലേക്ക് പോവുകയാണ്. ഇന്ന് നൈറ്റ് അവിടെ താമസിച്ച് നാളെ രാവിലെ ലേയിൽ നിന്ന് കൊച്ചിയിലേക്ക് പറക്കാനാണ് പ്ലാൻ. അപ്പോൾ ഈ ലഡാക്ക് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ലഡാക്ക് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കേരള ഹൗസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.